അപ്പൊ ഓക്കെ, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫണ്ടമെന്റൽസ് ആണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് സെക്ഷനും സോഷ്യൽ മീഡിയ ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ഓൾറെഡി സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഇന്ന് വേൾഡിൽ തന്നെ ഏറ്റവും പോപ്പുലർ ബ്രാൻഡ് അവയർനെസ്സിന് വേണ്ടിയിട്ടും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം ആളുകൾ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറ്റവും കൂടുതൽ കൺവേർഷൻസ് നേടുന്നതൊക്കെ സോഷ്യൽ മീഡിയാസ് ആണ്. ഡിപ്പെൻഡ് അപ്പോൺ കമ്പനീസ്, കാറ്റഗറി ഓഫ് കമ്പനീസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് ഈസ് സോഷ്യൽ മീഡിയ ആൻഡ് വൈ ഡൂസ് ഇറ്റ് മാറ്റർ ഫോർ ബിസിനസ് ആട്ടോ. അപ്പൊ സോഷ്യൽ മീഡിയ എന്താണെന്നും അത് ബിസിനസിനെ സംബന്ധിച്ച് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ദ ഫണ്ടമെന്റൽസ് ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ആസ് എ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അവരെ തോട്ട്സ് ഷെയർ ചെയ്യാനും അവരുടെ ഇമേജസും അവരുടെ ഐഡിയാസും അല്ലെങ്കിൽ അവരുടെ ഹാപ്പി മൊമെന്റ്സും പബ്ലിക്ലി ഷെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സ്പേസിൽ. ആളുകൾ അത് നമുക്ക് പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിയൽ ടൈമായിട്ട് ഇന്ററാക്ഷൻ ആൻഡ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സോഷ്യൽ മീഡിയാസ് എന്നുള്ളതാണ്. വൈ സോഷ്യൽ മീഡിയ മാറ്റേഴ്സ് ഫോർ ബിസിനസ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നിങ്ങളൊക്കെ ബിസിനസ്സുകാരാണ്. അപ്പൊ ഒരു ബിസിനസ്സുകാരന്റെ ഒരു ബിസിനസ് പ്രൊഫഷണലിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ എങ്ങനെ അതൊരു വിഷയമാകുന്നു, അത് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ബിൽഡിംഗ് ബ്രാൻഡ് അവയർനെസ് ആൻഡ് ഐഡന്റിറ്റി. നിങ്ങളുടെ ബ്രാൻഡിന്റെ അവയർനെസ് കൂട്ടാനും ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയ സഹായിക്കും. അതുപോലെ കണക്റ്റിംഗ് വിത്ത് എ വൈഡർ ഓഡിയൻസ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമർ. വൈഡ് ഓഡിയൻസിന്റെ അടുത്തേക്ക് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ നല്ല പൊട്ടൻഷ്യലായ കസ്റ്റമർ, അതായത് ടാർഗറ്റഡ് ഓഡിയൻസ് അല്ലെങ്കിൽ ആവശ്യക്കാരനായ അല്ലെങ്കിൽ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെ സർവീസോ നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങളെ ബ്രാൻഡിനെ കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ അടുത്തേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഡ്രൈവിംഗ് വെബ്സൈറ്റ് ട്രാഫിക് ആൻഡ് ലീഡ് ജനറേഷൻ. അതിലൂടെ നമ്മുടെ വെബ്സൈറ്റിലേക്കോ നമ്മുടെ ബ്രാൻഡിങ് വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് ആളുകൾ ട്രാഫിക് ജനറേറ്റ് ചെയ്യുകയും അതിലൂടെ ലീഡ് കളക്ട് ചെയ്യുകയും ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എൻഹാൻസിങ് കസ്റ്റമർ എൻഗേജ്മെന്റ് ആൻഡ് ലൊയാലിറ്റി. അതുപോലത്തെ അത് കസ്റ്റമറിനെ സംബന്ധിച്ച് കസ്റ്റമർ എൻഗേജ് ചെയ്യാനും ലൊയാലിറ്റി അവർക്ക് കിട്ടാനും എന്താ അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ദെൻ മേജർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ മേജർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഓരോ കൺട്രി ബേസ് ചെയ്തിട്ടാണോ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പോപ്പുലർ ആയ ഒന്നെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആണ്. ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും മെറ്റ എന്ന് പറയുന്ന ഒരു മദർ കമ്പനിയോട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊന്ന് ട്വിറ്റർ ആണ്. ട്വിറ്ററിന് ഇപ്പൊ നമ്മൾ പേര് മാറിയിട്ടുണ്ട്, എക്സ് എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ, യൂട്യൂബ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലർ ആയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ ടിക്ടോക്ക് ഇവിടെ നല്ല പ്രചാരത്തിലുണ്ടായിരുന്നു. അങ്ങനെ ടിക്ടോക്ക് നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തതോടുകൂടെ പിന്നെ ടിക്ടോക്ക് നമ്മളിവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അതേ കൺസെപ്റ്റ് എന്ത് ചെയ്തു, ഇൻസ്റ്റഗ്രാം റീൽസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആളുകളെല്ലാം എന്ത് ചെയ്തു, ടിക്ടോക്കിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് മാറി എന്ന് പറയാം. അപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും നമുക്ക് നിർബന്ധമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടായിരിക്കേണ്ട ഐഡന്റിറ്റിയാണ് ഫേസ്ബുക്കില് പേജ്, ബിസിനസ് പേജ്, അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ബിസിനസ് അക്കൗണ്ട്, അതുപോലെ എക്സില് അല്ലെങ്കിൽ ട്വിറ്ററില് ഒരു ബിസിനസ് പ്രൊഫൈല്, അതുപോലെ ലിങ്ക്ഡിനില് കമ്പനി പേജ്. അതില് പ്രൊഫൈൽ അല്ല, ഒരു കമ്പനിയുടെ ലേബിള് പേജാണ്. ഫേസ്ബുക്കിലും പേജാണ് വരുന്നത്. അതുപോലെ തന്നെ യൂട്യൂബില് ഒരു ചാനല്. ഇത് നിർബന്ധമായിട്ടും ഒരു കമ്പനീസിന് ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടാർഗറ്റ് ചെയ്തിരുന്ന ഓഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മറ്റുള്ള പ്ലാറ്റ്ഫോമിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ സ്നാപ്ചാറ്റ്, ഇപ്പോൾ UAE കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ UAE ഉള്ള ആളുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്നാപ്ചാറ്റ് അവിടെ ഭയങ്കര പോപ്പുലർ ആയ ഒന്നാണ്. നമ്മളവിടെ ഇൻസ്റ്റഗ്രാം എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടോ അതേപോലെ സ്വാധീനിക്കുന്ന മറ്റൊന്നാണ് സ്നാപ്ചാറ്റ്. UAE അതുപോലെ പല രാഷ്ട്രങ്ങളിലും ഓരോ രാഷ്ട്രങ്ങളിലും അവിടുത്തേതായ രീതിയിൽ, ഇപ്പൊ ടിക്ടോക്ക് ചൈനയിൽ,
ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാത്ത പല ആപ്ലിക്കേഷൻ, ഇപ്പൊ വിചാറ്റ്, അത് വിദേശ രാഷ്ട്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല രാജ്യങ്ങൾ പോയി കഴിഞ്ഞാലും അവിടുത്തെ അവരെ കൂടുതൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവിടെ പോപ്പുലറായി ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയാസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമർ ഏത് കൺട്രി ആണോ, അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തിലെ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഏതാണോ, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന്റെ സോഷ്യൽ മീഡിയാസ് ഏതാണോ, അതാണ് നമ്മളെ സംബന്ധിച്ച് ഫോക്കസ് എന്ന് പറയുന്നത്. എന്നാലും ഒരു ഇന്ത്യയിലുള്ള ഒരു നോർമൽ ബിസിനസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, അല്ലെങ്കിൽ ട്വിറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് കേട്ടോ, പിന്നെ ലിങ്ക്ഡിൻ, യൂട്യൂബ്. അതേപോലെ തന്നെ ഈ ഫേസ്ബുക്കിന്റെ ട്വിറ്ററിന് പകരമായിട്ട് അവർ കൊണ്ടുവന്ന ത്രെഡ്സ് എന്ന് പറഞ്ഞ പുതിയൊരു സോഷ്യൽ മീഡിയ ഉണ്ട്. അതിൽ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതും നമുക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് നമ്മുടെ അക്കൗണ്ടും കാര്യം ക്രിയേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതിരിക്കുന്നു. ഭാവിയിൽ ചിലപ്പോൾ അതിലും പ്രൊമോഷൻസും കാര്യങ്ങളും വരാൻ പറ്റും. ഓക്കെ. അപ്പൊ നിലവിൽ മോസ്റ്റ് പോപ്പുലർ ആയ സോഷ്യൽ നെറ്റ്വർക്കുകളാണ് ഇവിടെ വലതു ഭാഗത്ത് കാണിക്കുന്നത്. 2013 കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കാണ്. അതിൽ ഫേസ്ബുക്ക്, അതുപോലെ യൂട്യൂബ്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം. വാട്സപ്പും ഇതേപോലെ ഒരു സോഷ്യൽ മീഡിയ ഏറ്റവും നല്ലൊരു പെർഫോം ചെയ്യുന്ന സോഷ്യൽ മീഡിയ തന്നെ കേട്ടോ. പക്ഷെ അതിൽ നമുക്ക് ഡയറക്റ്റ് പ്രൊമോഷൻ ഇല്ല എന്നുള്ളൂ, ഭാവിയിൽ വരും എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ ടെലഗ്രാം ചാറ്റ്, അത് നമുക്കറിയാം. അതിൽ ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ടെലഗ്രാം ബോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഒരുവിധം ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ പോപ്പുലർ ഇല്ലാത്ത കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇത് മോസ്റ്റ് പോപ്പുലർ ആയ 10ഓളം സോഷ്യൽ മീഡിയാസ്. ഇത് കൂടാതെ ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഇന്ന് വേൾഡിലുണ്ട്. അത് പോപ്പുലർ ആയതും പോപ്പുലർ അല്ലാത്തതുമായ ഒരുപാട് സോഷ്യൽ മീഡിയാസ് നമ്മുടെ നാട്ടിൽ. ഇതും മോസ്റ്റ് പോപ്പുലർ സോഷ്യൽ നെറ്റ്വർക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള അതിന്റെ ഒരു കാൽക്കുലേഷൻ കൊടുത്തതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ പിൻട്രസ്റ്റ്, കോറ എന്ന് പറയുന്ന സോഷ്യൽ നെറ്റ്വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിൻട്രസ്റ്റ് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കാണ്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോസും വീഡിയോസും റെഫർ ചെയ്യാനും അതുപോലെ അത് നോക്കാനൊക്കെ നമ്മൾ ഇപ്പം ഉപയോഗിക്കുന്ന ഒന്നാണ് പിൻട്രസ്റ്റ്. അതേപോലെ തന്നെ കോറ എന്ന് പറയുന്നത് കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്ത് ക്വസ്റ്റ്യൻസും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിന് ഓരോ ആളുകൾ ആൻസർ ചെയ്യും. അതിലൂടെ അവരെ വെബ്സൈറ്റിന്റെ, അവരെ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി അവര് അതിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ അതിലൂടെ അവർക്ക് ഒരു ബാക്ക് ലിങ്ക് ക്രിയേറ്റ് ആവും. അതിലൂടെ ആളുകൾ സെർച്ച് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക്കും ജനറേറ്റ് ചെയ്യും. അപ്പൊ ആ രീതിയിലുള്ള കൺസെപ്റ്റാണ് കോറയിൽ വരുന്നത്. ഏതൊക്കെയാണ് പ്ലാറ്റ്ഫോം എന്നുള്ളത്? ഫേസ്ബുക്ക്, യൂട്യൂബ്. അപ്പൊ അതിന്റെ സ്ട്രാറ്റജീസ് എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളതാണ് അതിന്റെ ഈ ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഒന്ന് ഫേസ്ബുക്ക് ആണ്. അതുപോലെ ഫേസ്ബുക്ക് കണ്ടന്റ്, ഫോട്ടോസ്, ലിങ്ക്സ്, ഇൻഫർമേഷൻ, ലൈവ്, വീഡിയോസ്, ഇതൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോക്കൽ മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, റിലേഷൻഷിപ്പ്. ഇതാണ് അവരുടെ സ്ട്രാറ്റജി വരുന്നത്. വീക്ക് ഓർഗാനിക് റീച്ച്, അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വീക്ക് ഓർഗാനിക് ആയിട്ടുള്ള റീച്ചാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ എന്ത് പോസ്റ്റും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. നിങ്ങളെ എല്ലാ ഫോളോവേഴ്സിനും അത് മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് മാറി. ഇന്ന് പെയ്ഡ് ചെയ്യാതെ ഫേസ്ബുക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പൊ റീൽസിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഫോളോ ചെയ്യാത്ത കുറച്ച് ആളുകൾക്ക് സജസ്റ്റ് ചെയ്ത് പോകും. അതല്ലാതെ നോർമൽ ഒരു പോസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോളോവേഴ്സിന് പോലും കറക്റ്റ് മെൻഷൻ ചെയ്യുകയും ഇല്ല. നമ്മുടെ ഫോളോവേഴ്സിനെ വരെ കറക്റ്റ് കാണിക്കില്ല. കാരണം അവർ ഉദ്ദേശിക്കുന്നത് പ്രൊമോഷൻ ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താ അവർ ഉപയോഗിക്കുന്ന ഒരു ഏജ് കാറ്റഗറിയാണ് ഫസ്റ്റ് 25 മുതൽ 30, 34 വരെ. അതല്ലാതെ മിക്സ് ആയിട്ടും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ 25 കഴിഞ്ഞ്, അതായത് യൂത്ത്, ഒരു ടീനേജ് പ്രായം കഴിഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ഏത് സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും ആ സോഷ്യൽ മീഡിയാസിലുള്ള ആളുകളെ നമുക്ക് വ്യക്തമായ ധാരണ വേണം. ഇപ്പൊ നമുക്ക് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു യൂത്ത് ആളുകളെയാണ് വേണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണ്. നേരെ ഒരു 30 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള ആളുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യം ബേസ് ചെയ്തിട്ട് നമ്മളെ
നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക ഫേസ്ബുക്കാണ്. ഒരു 30+ ഏജ് ഉള്ളവർ ഫേസ്ബുക്കിലും, അതിന്റെ താഴെയുള്ള ഏറ്റവും കൂടുതൽ യൂത്ത് അല്ലെങ്കിൽ ടീനേജ് ഏജ് ഉള്ളവർ ഇൻസ്റ്റഗ്രാമിലും ആയിരിക്കും കൂടുതൽ കാണുന്നത്. എന്നാൽ യൂട്യൂബ് ആണെങ്കിൽ 18 മുതൽ 35 വയസ്സ് വരെയുള്ള ആളുകളും അതിന്റെ മുകളിലുള്ള ആളുകളും ഇന്ന് യൂട്യൂബിലുണ്ട് എന്നുള്ളതാണ്. അത് യൂട്യൂബ് ഉപയോഗിക്കുന്ന പല വിഷയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും, അവരെ കണ്ടന്റ് ക്രിയേറ്റീവ് കണ്ടന്റ്സുകളും, അവരെ വീഡിയോസ്, ഔട്ട്ഡോസ്, വെബിനാർസ്, പ്രോഗ്രാമുകളും അതിൽ കണ്ടക്ട് ചെയ്യുന്നത് ലൈവ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ട് നമുക്ക് വീഡിയോസ് എന്ത് ചെയ്യും, നമ്മളെ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യുകയും അത് SEO ബേസ് ചെയ്തിട്ട് നമുക്കത് SEO ചെയ്യാനും പറ്റും, പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാനും പറ്റും. ഓർഗാനിക് ആയിട്ട് അതിൽ ബെനിഫിറ്റ് ഉണ്ട്. SEO നമുക്ക് ചെയ്യാൻ പറ്റും, അതായത് യൂട്യൂബ് ഒപ്റ്റിമൈസേഷൻ ചെയ്യാം, അതുപോലെ യൂട്യൂബ് വീഡിയോ വെച്ചിട്ട് പ്രൊമോഷൻ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വീഡിയോ ഈസ് റിസോഴ്സ് ഹെവിയാണ്. യൂട്യൂബിന്റെ വീഡിയോ റിസോഴ്സ് ഹെവിയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ 18 മുതൽ ഒരു 34 വരെ, അല്ലെങ്കിൽ 18ന്റെ താഴെയുള്ള ആളുകളും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മീഡിയ നെറ്റ്വർക്കാണ് ഇൻസ്റ്റഗ്രാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏത് ബിസിനസ് ആണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ ബിസിനസ്, നിങ്ങളെ പ്രൊഡക്റ്റ് ഏതാണോ, നിങ്ങളുടെ സർവീസ് ഏതാണോ, അതിന് ഏറ്റവും മാച്ച് ആയ ഓഡിയൻസ് കാറ്റഗറി ആണോ, അവർ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം. ആ സോഷ്യൽ മീഡിയ ഫോക്കസ് ചെയ്തിട്ടായിരിക്കാം നമുക്ക് ക്യാമ്പയിൻസോ കാര്യങ്ങളോ മാർക്കറ്റിങ്ങോ ചെയ്യാനുള്ളത്. ഇൻസ്റ്റഗ്രാം ആകുമ്പോൾ ഇൻസ്പിറേഷൻ, അഡ്വഞ്ചർ, ക്വസ്റ്റ്യൻസ്, പോള്, ഇതാണ് അതിൽ നമുക്ക് ഇടാൻ പറ്റുന്ന കണ്ടന്റ് ടൈപ്പ് വരുന്നത്. അതുപോലെ അതിൽ കൊമേഴ്സ് ചെയ്യാൻ പറ്റും. ഓർഗാനിക് ആയിട്ട് നമുക്ക് നമ്മുടെ കണ്ടന്റ് പ്രൊമോട്ട് ആവും. അതുപോലെ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് വരും. ആഡ് കോസ്റ്റ് ആണ് എന്നാണ് ഫേസ്ബുക്കിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കോസ്റ്റ് ഹൈ ആണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ യൂട്യൂബിനെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഹൈ കോസ്റ്റ് ഒന്നും അല്ല കേട്ടോ. പിന്നെ വരുന്നത് എക്സ് എന്ന് പറയുന്നത് ട്വിറ്റർ ആണ്. ട്വിറ്ററിന്റെ നെയിം ചേഞ്ച് ചെയ്താണ് എക്സ് എന്ന് പറയുന്നത്. ഈ കാണുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഫോക്കസ് ചെയ്തിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രാദേശിക തലത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. എക്സ് ഫോക്കസ് ചെയ്യുന്നത് 25 വയസ്സ് മുതൽ 34 വയസ്സ് വരെ, അതുപോലെ 35 ടു 49 വയസ്സ് വരെ എന്നുള്ളതാണ്. അപ്പോൾ എക്സ് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് നമ്മളവിടെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നേക്കാളും യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കാണ് എക്സ് എന്ന് പറയുന്നത്. അത് ലൈവ് ആയിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും, ഡിസ്കഷന്, ന്യൂസ്, ഹ്യൂമർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്, കണ്ടന്റുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ എക്സ് ഉപയോഗിക്കുന്നതും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയ അല്ലെങ്കിൽ വെൽത്തി ആയ ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് അവരത് യൂസ് ചെയ്യുന്നത് വിദേശങ്ങളിൽ. അതുപോലെ തന്നെ അതിന്റെ കസ്റ്റമർ സർവീസ്, ആഡ്സ് ഫോർ മീൽസ്, നമുക്ക് എക്സ് ഉപയോഗിച്ചിട്ട് ക്യാമ്പയിൻസും കാര്യങ്ങളും റൺ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തത് നമുക്ക് ക്യാമ്പയിൻസും അഡ്വർടൈസ്മെന്റും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സ്മാൾ ആഡ് ഓഡിയൻസ് അതിന്റെ പ്രത്യേകത എന്നാൽ മറ്റുള്ള സോഷ്യൽ മീഡിയാസിനെ, ഫേസ്ബുക്കിന്, ഇൻസ്റ്റഗ്രാമിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്മാൾ ആഡ് ഓഡിയൻസ് ആണ് അതിനുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഒന്നാണ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് ഏതൊരു ബിസിനസ്സുകാരനും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കാണ്. അത് ഇതിൽ കൊടുത്തിട്ടുള്ള 46 ടു 55 ഏജ്. പക്ഷെ ഒരിക്കലും 46 ടു 55 അല്ല. ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ഏതൊരാളും ജോബിലേക്ക് കയറിയോ, പ്രത്യേകിച്ച് ഏത് IT മേഖല ആയിക്കോട്ടെ, പ്രൊഫഷണൽ ജോബ് കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒട്ടുമിക്ക ആളുകളും ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. മെയിൻ ആയിട്ട് ജോബ് കാര്യങ്ങൾ സെർച്ച് ചെയ്യാനാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നത്. പ്രൊഫഷണൽസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഏതെങ്കിലും പ്രൊഫഷണൽ ജോബ് ഉള്ള ആളുകളായിരിക്കും ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലോങ് ഫോം കണ്ടന്റുകൾ അതിലുണ്ടാവും, കോർ വാല്യൂസ് അതിൽ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞ പോലെ ജോബ് ആളുകൾ സെർച്ച് ചെയ്യാനും അതിന് അപ്ലൈ ചെയ്യാനും എന്നുള്ള കോൺസെപ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോ ഇവിടെ അടുത്ത കാലങ്ങളായിട്ട് ലിങ്ക്ഡിന്റെ ആഡ് വരെ
അവർ ഫോക്കസ് ചെയ്യുന്നത് ഒരു ജോബ് ആപ്ലിക്കേഷൻ എന്ന രൂപത്തിലാണ്. ജോബ് സെർച്ച് ചെയ്യാനും ജോബ് നോക്കാനും ആ, നമുക്ക് ആളുകളെ നമ്മളെ കമ്പനിക്കോ അല്ലെങ്കിൽ നമ്മളെ ഫേമിലേക്ക് ആളുകളെ ജോബ് വേക്കൻസി അറിയിക്കാനും അതിലൂടെ ഒരുപാട് ആളുകളെ നമുക്ക് ഹയർ ചെയ്യാനും പറ്റുന്ന ഏറ്റവും ബെറ്റർ പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇന്ന് ലിങ്ക്ഡിനും മാറിയിട്ടുള്ളത്. പിന്നെ അതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് B2B ബിസിനസ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓർഗാനിക് ആയിട്ട് നമുക്ക് അതിൽ റിസൾട്ട് കിട്ടും. അതുപോലെ ഇന്റർനാഷണൽ ക്ലയൻസിനെ നമുക്ക് അതിന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെന്ത് പറയുന്നത് ആഡ് റിപ്പോർട്ടിംഗ് കസ്റ്റം ഓഡിയൻസ്. ഈ ലിങ്ക്ഡിനിൽ നമുക്ക് ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റും, പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ എക്സിലും അതുപോലെ ലിങ്ക്ഡിനിലൊക്കെ ക്യാമ്പയിൻസും കാര്യം ചെയ്യണമെങ്കിൽ ഒരു ദിവസം തന്നെ നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ള സോഷ്യൽ മീഡിയനെ അപേക്ഷിച്ച് കുറച്ച് എമൗണ്ട് ഹൈ ആണ്, നല്ല എമൗണ്ട് വരും എന്നുള്ളതാണ്. ഈ ലിങ്ക്ഡിനെ സംബന്ധിച്ച് നിങ്ങളെ ബിസിനസിനെ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ എന്താ ഈ B2B ക്ലയൻസ് അതുപോലെ പ്രൊഫഷണൽ ആളുകളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ പ്രൊഫഷണൽ കമ്പനീസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് ആളുകൾ ലിങ്ക്ഡിൻ കണക്ഷൻ ത്രൂ വിദേശ രാഷ്ട്രങ്ങളിലുള്ള പല വർക്കുകളും എടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ പരിചയത്തിൽ ഒരുപാട് പേര് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ സർവീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ IT ഫേം പോലത്തെ കമ്പനികൾ അവർക്കൊക്കെ വളരെ എളുപ്പമാണ് വിദേശത്തുള്ള പല കമ്പനീസിന്റെ വർക്കും കാര്യങ്ങളും ഡയറക്റ്റ് അതിന്റെ മാനേജിങ് ലെവലിലുള്ള ആളുകളെ കണക്ട് ചെയ്യാനും അതിന്റെ CEO മാനേജേഴ്സ് അവരെ കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ HR ടീമിനെ കണക്ട് ചെയ്യാനും അതിലൂടെ നമ്മളെ വേണ്ട സർവീസ് കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും അവരേക്കൊന്ന് നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റും. അപ്പൊ അതിന് തന്നെ ലിങ്ക്ഡിനിന്റെ ശരിക്കും ഒരു നാവിഗേറ്റർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. മന്ത്ലി 12,000 രൂപ എങ്ങാനും കൊടുക്കണം. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഈ ലിങ്ക്ഡിൻ യൂസേഴ്സിലെ ഓരോ കാറ്റഗറി ഓഫ് ആളുകളെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിലുള്ള ഒരു കാറ്റഗറി കൊടുത്തു. ഇപ്പൊ ഓട്ടോമൊബൈൽ എന്ന് കൊടുക്കണമെങ്കിൽ ഓട്ടോമൊബൈൽ കാറ്റഗറി ഉള്ള ബിസിനസ് കാണിക്കുന്ന എല്ലാ കമ്പനീസിനെയും കാണിക്കും. അതിലെ മാനേജേഴ്സിനെ കാണിക്കുക, അതിലെ CEO അവരെ കാണിക്കുക. ഇവരൊക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ കണക്ഷൻ ആയിട്ടില്ലെങ്കിൽ നമുക്ക് അവർക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇവിടുത്തെ കേസ് ഈ നാവിഗേറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് സെയിൽസ് നാവിഗേറ്റർ എന്ന് പറയും. അത് ഭയങ്കര രീതിയിൽ ബെനിഫിറ്റ് ആക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഒന്ന് വരുന്നത് നമ്മുടെ ടിക്ടോക്ക് ആണ്. ഇത് നമ്മുടെ നാട്ടിൽ ശരിക്കും ടിക്ടോക്ക് ഇപ്പോ ബാൻ ചെയ്തായതുകൊണ്ട് നമുക്ക് അത്രമാത്രം സ്വാധീനം ഇപ്പൊ ഇല്ല. എന്നാലും അതിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് ടീനേജേഴ്സ് ആണ്. അതിൽ 60% അല്ലെങ്കിൽ അത് കൂടുതലും ലേഡീസ് ആണ് ഉണ്ടായിരുന്നുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്റർടൈൻമെന്റ് ഹ്യൂമർ ചലഞ്ചസ് കാര്യങ്ങളൊക്കെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ആണ് അതിൽ മറ്റൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരുന്നത്. സീരിയസ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ട്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങിനൊക്കെയാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ പിന്നൊന്നാണ് സ്നാപ്ചാറ്റ്. അതും ടീനേജിനെ ഫോക്കസ് ചെയ്തും അല്ലെങ്കിൽ യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടും ഉള്ള ഒന്നാണ്. സില്ലി കാര്യം മാറ്റേഴ്സ് അതുപോലെ ട്രെൻഡ് കാര്യങ്ങൾ അതുപോലെ ഇൻഫ്ലുവൻസേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ആഡ്സ് അതിൽ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ UAE-യിലുള്ള ബിസിനസ് ആണ് നിങ്ങളത് എങ്കിൽ UAE-യിലൊക്കെ നല്ല രീതിയിൽ സ്നാപ്ചാറ്റ് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാറ്റഗറിയാണ്. ഈ വീഡിയോസ് നമ്മുടെ ടിക്ടോക്കിനെ പോലെ തന്നെ അതിലും നമുക്ക് വീഡിയോ കണ്ടന്റ് ആണ് ഇടുന്നത്. ആ വീഡിയോ അതിന്റെ ഇടയിൽ നമുക്ക് വീഡിയോ ആഡ്സ് റീൽസിൽ ആഡ് വരുന്ന പോലെ വീഡിയോ ആഡ് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ മാർക്കറ്റിങ്ങിന് നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന ഒന്നാണ്. അതുപോലെ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ അതിലും റൺ ചെയ്യാൻ പറ്റും. അതും ഒരു വീഡിയോ കണ്ടന്റ് പ്ലാറ്റ്ഫോമാണ്. വീഡിയോ കണ്ടന്റേഴ്സിന് ഏറ്റവും ബെറ്റർ ആയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സെൽഫ് ബ്രാൻഡിങ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിദേശ ആളുകളെ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ സ്നാപ്ചാറ്റ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരു 10 സോഷ്യൽ മീഡിയാസിനെ കമ്പയർ ചെയ്യുന്ന ഒരു ഫോമാണത്. അതായത് ഫേസ്ബുക്ക് അതിലുള്ള മെമ്പേഴ്സ് 3 ബില്യൺ ആളുകളാണ്. അതുപോലെ തന്നെ റവന്യൂ എന്ന് പറഞ്ഞ് നോ സ്പെസിഫൈഡ്. ഫേസ്ബുക്കിന്റെ റവന്യൂ കറക്റ്റ് സ്പെസിഫൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 2004 ലോഞ്ച് ചെയ്തത്. അതുപോലെ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മെൻലോ പാർക്ക് സിയെ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ യൂട്യൂബിന്റെ 2.5 ബില്യൺ യൂസേഴ്സ് അതിന്റെ റവന്യൂ എന്ന് പറയുന്നത് 29.24 ബില്യൺ ആണ്. 2005 ലോഞ്ച് ചെയ്തു. അതുപോലെ ഇൻസ്റ്റഗ്രാമും 2 ബില്യൺ യൂസേഴ്സ് ഉണ്ട്.
റവന്യൂ സ്പെസിഫൈഡ് അല്ലെങ്കിൽ അവരെ ലോഞ്ച് ചെയ്ത് 2010 ലോഞ്ച് ചെയ്തു. അതുപോലെ ടിക്ടോക്ക്, അതുപോലെ തന്നെ സ്നാപ്ചാറ്റ്, ട്വിറ്റർ, പിൻട്രസ്റ്റ്, റെഡിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമ്മളവിടെ ഒന്നും കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. വിദേശങ്ങളിൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. പിന്നെ ഒന്ന് ലിങ്ക്ഡിൻ. ത്രെഡ് നമുക്കറിയാം, ത്രെഡ് അടുത്ത കാലത്ത് പുതുതായി ലോഞ്ച് ചെയ്ത ഒന്നാണ് ത്രെഡ് എന്ന് പറയുന്നത്. 2023 കഴിഞ്ഞ വർഷമാണ് നമുക്കത് ലോഞ്ച് ചെയ്തതോടെ. അത് ശരിക്കും എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്വിറ്ററിന് എതിരായിട്ട് ട്വിറ്ററിന്റെ ഇതേപോലെ കണ്ടന്റ് ഡിസ്കഷനും അതുപോലെ കണ്ടന്റ് ന്യൂസ് ഇത് ഫോക്കസ് ചെയ്തിട്ട് ആളുകൾ എന്റർടൈൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അത് ശരിക്കും ട്വിറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് പകരക്കാരനായിട്ട് വന്ന ഒരു സോഷ്യൽ മീഡിയ കൂടിയാണ്. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളൂ കേട്ടോ. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന്റെ ഒരു ബേസ് അറിഞ്ഞിരിക്കണം എന്നതാണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫേസ്ബുക്ക് ആണ്. അപ്പൊ ഞാൻ ഈ സ്ക്രീൻ ഓഫ് ആക്കിയിട്ട് ഫേസ്ബുക്ക് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിന് ഞാൻ പ്രാക്ടിക്കലായിട്ട് തന്നെ എനിക്ക് കാണിച്ചു തരാം, അതിൽ എന്തൊക്കെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതെന്റെ സോഷ്യൽ മീഡിയ, സോറി, ഫേസ്ബുക്ക് അക്കൗണ്ട് ആണ്, ഫേസ്ബുക്ക് പ്രൊഫൈലാണ് കേട്ടോ. അപ്പൊ ഫേസ്ബുക്കിനെ സംബന്ധിച്ച് നമുക്ക് നോക്കിയാൽ കാണാൻ നോക്കുന്നത് ഫേസ്ബുക്കില് നിർബന്ധമായിട്ടും ഒരാൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത് അത് പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കണം. അക്കൗണ്ട് എന്ന് പറയുന്നത്, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്, ഫേസ്ബുക്ക് പ്രൊഫൈല് എന്ന് പറയുന്നത് നിങ്ങളെ പേഴ്സണൽ ഡാറ്റാസും കാര്യങ്ങളും വെച്ച് ക്രിയേറ്റ് ചെയ്യേണ്ടതായിരിക്കണം. ഇപ്പൊ പുതിയ നമ്മളൊരു അക്കൗണ്ട് കാര്യം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതൊരു വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ ആ നിമിഷം എന്ത് ചെയ്യും, ആ അക്കൗണ്ട് ഫേസ്ബുക്ക് ബാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫേസ്ബുക്ക് പറയുന്നത് ഒരു വ്യക്തികൾക്കാണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ എന്നുള്ള ബ്രാൻഡിലോ നമ്മൾ ഒന്നിനെ കൊണ്ടുവരുമ്പോൾ അതിനെ പേജ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫേസ്ബുക്കിൽ വരുന്നത് പ്രൊഫൈല്, പേജ്, പിന്നെ ഒന്ന് വരുന്നത് ഗ്രൂപ്പ്സ് ആണ്. ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫൈലുകളുടെ ഗ്രൂപ്പ്സ്, അത് ഓരോ കാറ്റഗറൈസ് നമ്മൾ പല ഗ്രൂപ്പുകളും ഫേസ്ബുക്കിൽ ഉണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പ്, അപ്പൊ പ്രൊഫൈല്, പേജ്, ഗ്രൂപ്പ്, ഇങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് മുമ്പത്തെ പോലെയല്ല, ഇപ്പൊ നമുക്ക് ഫേസ്ബുക്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് പ്രൊഫൈല് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ എന്റെ പേജസ് ആണ്. അപ്പൊ ഈ ഒരു പേജിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് ഓപ്പൺ ആവും. ഈ പേജ് ഒരു സാധാരണ ഒരാൾ എങ്ങനെ കാണുന്നു ആ രീതിയിലാണ് എനിക്കിവിടെ നോക്കി കാണാൻ പറ്റുള്ളൂ. ഇത് എനിക്കിവിടെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സ്വിച്ച് എന്ന് കാണാൻ പറ്റും, ഇവിടെയും കാണാൻ പറ്റും. ഇത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ആക്സസ് എങ്ങനെ ഉപയോഗിക്കേണ്ട ബാക്ക് എൻഡ് ഡാഷ്ബോർഡാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വിച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നിലവിൽ എന്റെ പ്രൊഫൈലും എന്റെ പേഴ്സണൽ പ്രൊഫൈല് മാറിയിട്ട് കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ആ പേജിന്റെ പ്രൊഫൈലിലേക്ക് മാറും എന്നുള്ളതാണ്. ഇപ്പോ ഈ ഷാ ഡിജിറ്റൽ എന്നുള്ള ഈ പ്രൊഫൈലിലേക്ക് മൊത്തം മാറി കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇതിന്റെ മറ്റുള്ള എല്ലാ ടൂൾസ് കാര്യങ്ങൾ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആവും. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫൈൽ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഫേസ്ബുക്കിൽ ശ്രദ്ധിക്കുന്നത് ഒന്ന് പ്രൊഫൈലാണ്, പിന്നെ ഒന്ന് പേജാണ്, പിന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ്സും കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്താൽ കാണുന്നതാണ് ഫീഡ്സ് എന്ന് പറയുന്നത്. ഈ ഫീഡ്സ് നമ്മൾ നമ്മൾ ഫോളോ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ നമ്മളെ സജസ്റ്റ് ചെയ്യുന്നതോ ആയ ആളുടെ പോസ്റ്റേഴ്സ്, വീഡിയോ ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും കണ്ടന്റ് ആയിരിക്കും ഇവിടെ കാണിക്കുക. പിന്നെ ഒന്ന് വരുന്നത് സ്റ്റോറീസ് ആണ്. സ്റ്റോറീസ് നമ്മൾ ഇടുന്ന ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന രൂപത്തിൽ തന്നെ ഫേസ്ബുക്കിലും സ്റ്റോറീസ് ഇടാൻ പറ്റും. ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ സ്റ്റോറി ഇട്ടാൽ തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്കും വരും. പിന്നെ ഒന്ന് പറയുന്നത് വലതുഭാഗത്ത് ഇവിടെ സ്പോൺസേർഡ് ആഡ് ഉണ്ടാവും. ഇവിടെ സ്പോൺസേർഡ് എന്ന് കാണുന്നത് കംപ്ലീറ്റ് ആഡ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ആഡുകളാണ്. ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിലവിലുള്ള പേജാണ് പ്രൊഫൈൽസ്, അതുപോലെ തന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് കിടക്കുന്നത്, അതുപോലെ നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ കോണ്ടാക്ട് ലൈവ് ആയിട്ട് ഇപ്പൊ ആരൊക്കെയാണ് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലൈവ് ആയിട്ടുള്ളത്, അതുപോലെ ഗ്രൂപ്പ് കോൺവെർസേഷൻ ഏതൊക്കെയാണ് ഗ്രൂപ്പിൽ ലൈവായിട്ട് കോൺവെർസേഷൻ നടക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ വരുന്നത് മേജർ സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ആണ്. ഇവിടെ ഒന്ന് വരുന്നത് ഫ്രണ്ട്സ്.
നമ്മൾ നിലവിൽ നമ്മളെ ഫ്രണ്ട്സ് അതുപോലെ നിലവിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് റിക്വസ്റ്റുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഫ്രണ്ട്സ് റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് ഡിലീറ്റ് ആക്കാനോ അത് കൺഫേം ചെയ്യാനോ ഒക്കെ നമുക്ക് ഇവിടെ പറ്റും എന്നുള്ളതാണ്. ഉം. അതേ രൂപത്തിൽ ഇവിടെ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് എടുക്കാം. ഫ്രണ്ട്സ് റിക്വസ്റ്റ് ഏതൊക്കെയാന്ന് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ സജഷൻ, ഏതൊക്കെ ഫ്രണ്ട്സിനാണ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു പുതിയ ഫ്രണ്ട്സിനെ കൺഫേം ചെയ്യുക അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് ഫ്രണ്ട്സിന് റിക്വസ്റ്റോ കൊടുത്തു കഴിഞ്ഞാൽ അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ നമുക്ക് സജസ്റ്റ് ചെയ്യും. അപ്പൊ നിലവിലുള്ള നമ്മുടെ ഓൾ ഫ്രണ്ട്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിലുള്ള ആളുകളുടെ ബർത്ത്ഡേ പ്രോഗ്രാമുകൾ, ബർത്ത്ഡേ ഡേറ്റ് കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അറിയാൻ പറ്റും. ഇപ്പൊ ടുഡേ ബർത്ത്ഡേ, ഇന്ന് ബർത്ത്ഡേ ഉള്ള ആളുകൾ അല്ലെങ്കിൽ റീസെന്റ് ബർത്ത്ഡേ ഉള്ള ആളുകൾ, അപ്പൊ ഇവർക്കൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യാനും കാര്യങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കസ്റ്റം ലിസ്റ്റ് ഉണ്ട്. നമ്മളെ ഫ്രണ്ട്സിനെ വെച്ചിട്ട്, ഫ്രണ്ട്സ് ഉള്ള ആളുകളെ വെച്ചിട്ട് നമുക്ക് ഒരു കാറ്റഗറൈസ് ചെയ്ത് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ഷെയർ ചെയ്യാൻ പറ്റും. ഇത് എന്തിനാന്ന് വെച്ചാൽ അവരെ ഒരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒരു ടീമിനെ നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസിലി ഷെയർ വിത്ത് ദം ആൻഡ് അപ്ഡേറ്റ്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അവർക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് എളുപ്പം സാധിക്കും. വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ക്ലയൻസിന്റെ ഒരു 100 പേരുണ്ടെങ്കിൽ അവരെ ഫേസ്ബുക്കിനെ വെച്ചിട്ട് അക്കൗണ്ട് വെച്ചിട്ട് നമ്മളൊരു കസ്റ്റം ലിസ്റ്റ്, ഇവിടെ വ്യക്തികളെ പറ്റുള്ളൂ, പ്രൊഫൈലിനെ പറ്റുള്ളൂ, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് കാര്യങ്ങൾ അപ്ഡേറ്റ്സുകൾ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഷെയർ ചെയ്യാൻ എളുപ്പമാണെന്നുള്ളതാണ്. പിന്നെ ലിസ്റ്റ് ചെയ്യാത്തത്, റിസ്ട്രിക്ട് ചെയ്ത ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൽ നമുക്ക് ഫ്രണ്ട്സ് വേണ്ട എന്ന് പറഞ്ഞിട്ട് റിസ്ട്രിക്ട് ചെയ്ത ആളുകൾ, ഒരു ക്ലോസ് ഫ്രണ്ട്സ്, നമ്മൾ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്ത ഒക്കെ ഉള്ള ഫ്രണ്ട്സുകൾ, അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പിൽ ഇവിടെ ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ട നമ്മളെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട ഫ്രണ്ട്സിന്റെ ഓരോ കാറ്റഗറീസ് ആണ് ഈ സെഷനിൽ കാണിക്കുന്നത്. ഫസ്റ്റ് അടുത്തതാണ് പേജസ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആണ് പേജസ് എന്ന് പറയുന്നത്. അതായത് ഫേസ്ബുക്കിൽ നമുക്ക് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ഉണ്ടാക്കിയ പേജുകളൊക്കെ കാണാൻ പറ്റും. ഈ പേജസ് എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു ബ്രാൻഡിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ, ഒരു ഫേമിന്റെ നെയിമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള. രണ്ടാമത്തെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പബ്ലിക് ഫിഗറോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററോ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ, അങ്ങനെ പബ്ലിക് ആയിട്ട് ഒരു സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പേജസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ബിസിനസിന്റെ ഒരു പേജ് നിർബന്ധമായിട്ടും വേണം. അതേപോലെ തന്നെ നിങ്ങളെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു പേജ് വേണം. നിങ്ങൾ പേഴ്സണൽ പ്രൊഫൈൽ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരുപാട് പരിധികളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പ്രൊഫൈലിൽ നിങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്ത് ചെയ്യുന്നതിനൊക്കെ പരിധികളുണ്ട്. പക്ഷെ നിങ്ങൾ ബ്രാൻഡ് ആക്കി നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളെ ലേബലിൽ, നിങ്ങളെ പേരിൽ ഒരു പേജ് നിർബന്ധമായിട്ടും വേണമെന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ പേജസ് എടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള നമ്മുടെ പേജസും കാര്യങ്ങളും കൂടെ കാണാൻ പറ്റും. പിന്നെ മറ്റുള്ള ബിസിനസ്, മെറ്റാ ബിസിനസ് സ്യൂട്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇൻബോക്സുകൾ, നമ്മൾ വന്ന മെസ്സേജുകൾ, ഇൻസൈറ്റ്, ഓരോ പേജിനും വന്ന വ്യൂസ്, ലൈക്ക്, കമന്റ്, ഇതൊക്കെ കാണുന്ന ഒരു ഓപ്ഷനാണ്. അപ്പൊ എങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, ക്രിയേറ്റ് ക്രിയേറ്റ് പേജ് എന്ന് കൊടുത്തു. നമുക്കൊരു പേജിന് നെയിം വേണം. അപ്പൊ നമ്മൾ ഒരു നെയിം കൊടുക്കുകയാണ്. ഇപ്പോ നമ്മൾ ആരെങ്കിലും, ഇപ്പൊ ഈ കാണുന്ന ആരുടെങ്കിലും ഫേസ്ബുക്ക് പേജ് ഇല്ലാത്ത ബിസിനസ് ഉണ്ടോ? ഹലോ, ഓഡിയബിൾ ആണോ? ആർക്കെങ്കിലും ഫേസ്ബുക്ക് പേജ് ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരത് വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഞാൻ ഒരു സാമ്പിൾ പേജ് ക്രിയേറ്റ് ചെയ്യാം.
നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ പോലെ ഇതേപോലെ നിങ്ങളെ പേജ് ക്രിയേറ്റ് ചെയ്തത് കാണിച്ചു തന്നാൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിവിടെ ഒരു പേജിന് നെയിം കൊടുക്കാം കേട്ടോ. ഉം. ഞാനിവിടെ ഒരു പേജ് കൊടുത്തു, ലൈലാക്ക് ഫാഷൻ. അത് ഒരു ഡ്രസ്സിന്റെ ഒരു ബ്രാൻഡ് നെയിമാണ്. ഇത് ലേഡീസിന്റെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു ബിസിനസ് ബ്രാൻഡാണ് ലൈലാക്ക് ഫാഷൻ എന്നുള്ളത്. അപ്പൊ ഞാൻ ആ നെയിം അതിന്റെ പേജ് കൊടുത്തു. ദെൻ കാറ്റഗറി, നമുക്ക് കാറ്റഗറി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ക്ലോത്ത് ബ്രാൻഡ് ആണ്, ക്ലോത്ത് ബ്രാൻഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ക്ലോത്തിങ് ഷോപ്പ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വുമൺസ് ക്ലോത്ത് ഷോപ്പ് എന്ന് കൊടുക്കാം. ഇത് ശരിക്കും വുമൺസിന്റെ ക്ലോത്ത് ഷോപ്പ് ആയതാണ് ഫസ്റ്റ് കാറ്റഗറി അത് കൊടുക്കാം. ദെൻ ക്ലോത്ത് ബ്രാൻഡ് കൊടുക്കാം. പിന്നെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ലേഡീസ് രൂപത്തില് റെസ്റ്റോറന്റ്, അപ്പിയറൽ ആൻഡ് ക്ലോത്തിങ്, ഈ ഒരു മൂന്ന് കാറ്റഗറീസ് ഞാൻ കൊടുത്തു. പിന്നെ നമ്മുടെ ബിസിനസിനെ കുറിച്ചുള്ള ഒരു ബയോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ബയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ കുറിച്ചുള്ള ഒരു ബേസിക് സ്ഥാപനത്തിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ്, ഒരു ഡിസ്ക്രിപ്ഷൻ. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു കണ്ടന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനത് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് ബയോയിൽ കൊടുത്തു. ഡിസ്കവർ എൻഹാൻസിങ് എലഗൻസ് അറ്റ് ലൈലാക്ക് ഫാഷൻ, എക്സ്പ്ലോർ അവർ ലേറ്റസ്റ്റ് കിഡ്സ് ഫ്രോക്ക് ആൻഡ് അബായാസ്. അപ്പൊ ഈ ഒരു കണ്ടന്റ് ഞാൻ കൊടുത്തു. ഇത് ഇവിടെ ഈ രൂപത്തിലായിരിക്കും വരിക. അപ്പൊ ഇത് കൂടുതൽ വലിയ കണ്ടന്റ് ആയി കഴിഞ്ഞാൽ അവിടെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ എന്താണ് നമ്മുടെ ബിസിനസ് എന്ന് പെട്ടെന്ന് ഒരാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളെ കൊടുക്കുന്ന കണ്ടന്റ്. അത് നമ്മളെ പേഴ്സണൽ ബ്രാൻഡിങ് ആകുമ്പോൾ, നിങ്ങളുടെ പേഴ്സണൽ വെബ്സൈറ്റ് ആകുമ്പോൾ നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന നിങ്ങളെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളെ മേഖല ഏതാണോ ആ ഒരു സംഭവമാണ് അവിടെ കൊടുക്കാനുള്ളത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് പേജ് എന്ന് കൊടുക്കാം. ഓൾറെഡി ഈ നെയിമിൽ ഇത് എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ആവാത്തെന്ന് ചോദിച്ചാൽ, ഓൾറെഡി ഈ നെയിമിൽ ഞാൻ ഒരു പേജ് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ നെയിം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം നെയിമിൽ ഓൾറെഡി നമുക്ക് ഒരു പേരുണ്ട്. അപ്പൊ ഇത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ്. ഞാൻ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഓൾറെഡി ഈ പേജിലുണ്ട്. അപ്പൊ ഈ രൂപത്തിലായിരിക്കും നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള ഫസ്റ്റ് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനായിരിക്കും പിന്നെ. അപ്പൊ ഞാനത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നമുക്ക് ഈ രീതിയിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ, അതുപോലെ തന്നെ കവർ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന ഈ പ്രൊഫൈലിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന ഇമേജ് ആണ്. അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബയോ കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമുക്കിവിടെ ക്രിയേറ്റ് അവതാർ എന്നുണ്ടാവും. ഈ അവതാർ എന്നുള്ളത് നമ്മുടെ പ്രൊഫൈൽ ഇമേജിന് നമ്മൾ ഒരു അവതാർ ക്രിയേറ്റ് ചെയ്യാം. അവതാർ പറഞ്ഞാല് നമ്മൾ ഒരു കാർട്ടൂൺ ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അത് എന്തിനാന്ന് ചോദിച്ചാൽ അതൊരു ഐഡന്റിഫിക്കേഷൻ ആണ്. അത് പുതുതായി വന്നൊരു അപ്ഡേഷൻ ആണ് കുറച്ചു കാലമായി. അതെന്തിനാ വെച്ചാൽ മെറ്റ എന്ന് ഫേസ്ബുക്ക് പേര് ചേഞ്ച് ചെയ്തപ്പോൾ ഈ മെറ്റ എന്ന പേരിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള റീസൺ വെച്ചാൽ മെറ്റാവേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലേക്ക് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിന് ഇൻസ്റ്റഗ്രാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഈ അവതാറും അതുപോലെ AI സംഭവങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവതാറിൽ വരുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഇതുപോലെ ഓരോ കാർട്ടൂൺ ക്യാരക്ടർ നമുക്ക് കൊടുക്കാൻ പറ്റും. അത്
NFT നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വരെ പറ്റും. പിന്നെ ആ ഡിസൈനും അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ രൂപം കാർട്ടൂൺ രൂപം പിന്നെ വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ നമുക്ക് NFT ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ആ ഒരു കാറ്റഗറി ഓഫ് മെറ്റാവേഴ്സിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിൽ ഒരു എന്താ അവതാർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ചെയ്തു വെച്ചാൽ ജസ്റ്റ് നമ്മൾ പ്രൊഫൈൽ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ലോഗോസും അതുപോലെ ഇതിൽ കാണിക്കുന്ന ഒരു ഇമേജസും മാറി മാറി കാണിക്കുന്നതാണ്. അപ്പൊ ഇവിടെയുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ക്രിയേറ്റ് സ്ക്രാച്ച് നമുക്ക് നമ്മളതായ രീതിക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ബ്രാൻഡിന്റെ ആയതുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തിന്റെ ആകുമ്പോൾ ഓക്കെയാണ്. ബ്രാൻഡിന്റെ കേസിൽ നമുക്കത് ബെറ്റർ അല്ലാത്തതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല. ഇപ്പൊ ഈ നെയിം കാര്യങ്ങള്, നെയിം, ഇമേജ്, പ്രൊഫൈൽ പിക്ചർ, ബയോ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ അബൌട്ട്സ് എന്ന സെക്ഷനിൽ പോവാം. എബൌട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ സെക്ഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളെ കാറ്റഗറി നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മളെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ബ്രാൻഡിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ അഡ്രസ്സ് എവിടെയെന്ന് സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നത് സർവീസ് ഏരിയ ആണ്. ഇത് നിർബന്ധമായിട്ടും എല്ലാവരും കൊടുക്കണം. പല ആളുകളും കൊടുക്കുന്നത് പോലും നമ്മൾ കാണാറില്ല. നമ്മൾ പേജ് ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. കാരണം അത് ഏത് ഭാഗത്താണ്, ഏത് ലോക്കൽ ഏരിയയിലാണ്, അല്ലെങ്കിൽ ഏത് ഡെമോഗ്രാഫിക് ഏരിയയിലാണ് ഇത് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ സർവീസ് ഏരിയ കൊടുത്തിട്ട് നമ്മൾ ഏതൊക്കെ ഏരിയയിൽ നമ്മുടെ ബിസിനസ് സർവീസ് ചെയ്യും, എവിടെയൊക്കെ നമുക്ക് സർവീസും കാര്യങ്ങളും അവൈലബിൾ ആണ്, ആ ഏരിയകൾ ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുത്തു കഴിഞ്ഞാലാണ് ആ ഏരിയയിലുള്ള ആളുകൾക്ക് സജഷൻ ആയിട്ട് നമ്മുടെ പേജിനെ കാണിക്കുള്ളൂ. മറ്റൊന്ന് വെബ്സൈറ്റ്. ഇവിടെ നമ്മളെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക, ഇവിടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ആഡ് ചെയ്യുക. അത് നമുക്ക് ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ എത്ര വെബ്സൈറ്റ് ഉണ്ടെങ്കിലും അത് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ അത് പബ്ലിക് ആക്കണം, അത് പ്രൈവറ്റ് ആക്കണം എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് പബ്ലിക് ആക്കിയാലേ നമുക്ക് ബെനിഫിറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ കാണുള്ളൂ. പിന്നെ വരുന്നത് സോഷ്യൽ ലിങ്ക്. ഇവിടെ നമുക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയാസ് ഉണ്ടെങ്കിൽ, ഫേസ്ബുക്ക് അല്ലാതെ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, എക്സ് പോലത്തെ മറ്റുള്ള സോഷ്യൽ മീഡിയാസ് ഉണ്ടെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ നെയിം കൂടെ സെലക്ട് ചെയ്യുക, അതിന്റെ യൂസർ നെയിം കൂടെ കൊടുക്കാം. അതേപോലെ തന്നെ ട്വിറ്റർ, ത്രെഡ്, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, ടിക്ടോക്ക്, ട്വിച്ച്, വാട്സപ്പ്, ലൈന്, വിചാറ്റ്, കിക്ക്, പിൻട്രസ്റ്റ്, തംബ്ലർ, ആസ്ക് എന്നൊക്കെ പറഞ്ഞ്, സ്പോട്ടിഫൈ, ലിങ്ക്ഡിന്, സ്കൈപ്പ്, ക്യോക്കോ, ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ഇതിന്റെയൊക്കെ ലിങ്ക് നമുക്ക് ഇവിടെ വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആഡ് ചെയ്യുക, സേവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് വരുന്നത് ബേസിക് ഇൻഫർമേഷൻസ് ആണ്. ബേസിക് ഇൻഫർമേഷനിൽ വരുന്നത് ടേൺ ഓൺ റിവ്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് നമ്മുടെ പേജ് റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആളുകൾക്ക് കാണിക്കുന്നതാണ്. അപ്പൊ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജ് ആളുകൾ കാണുമ്പോൾ ആളുകൾക്ക് റിവ്യൂ ബട്ടൺ വരും. നമ്മൾ ഗൂഗിൾ റിവ്യൂ പോലെ ഇതിൽ റിവ്യൂ എടുക്കാനുള്ള ഒരു സ്പേസ് കാണിക്കും ആളുകൾക്ക്. പിന്നെ വരുന്നത് എന്താ, ആഡ് വൈഫൈ നെറ്റ്വർക്ക്. ഇപ്പൊ നമ്മളെ ഫേമിന് വൈഫൈ നെറ്റ്വർക്കിന്റെ നെയിം ഉണ്ടെങ്കിൽ അതോടെ കൊടുക്കാം. അതും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ ബിസിനസിന് പ്രൊഡക്റ്റിന്റെ പ്രൈസ് റേഞ്ച്, ഇപ്പൊ നമ്മുടെ സർവീസ് സെക്ടർ ആണെങ്കിൽ നമുക്ക് പ്രൈസ് റേഞ്ച് ഉണ്ടാവും. അത് നമുക്ക് എങ്ങനെ കൊടുക്കാം. ഇപ്പൊ ചീപ്പ് പ്രൈസ്, മോഡറേറ്റ്, എക്സ്പെൻസീവ്. അപ്പൊ ആ ഒരു കാറ്റഗറി ഓഫ് ആളുകൾക്ക് എന്ത് ചെയ്യും, അത് പോകുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഫിക്സ് പേജിന്റെ കേസിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അല്ലാത്തതുകൊണ്ട് അൺസ്പെസിഫൈഡ് ആയി കൊടുക്കും. ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ബ്രാൻഡ്, ഇപ്പൊ ഒരു നിങ്ങൾ ചില പേജുകൾ ഒരു പ്രൊഡക്റ്റിന്റെ മാത്രം പേജുകളൊക്കെ ഉണ്ടാവും. പോപ്പുലർ ആയ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് ചിലപ്പോൾ ഒരു പേജ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇവിടെ ഇത് ഉപകരിക്കും. അതിന്റെ പ്രൈസ് റേഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ അൺസ്പെസിഫൈഡ് നമുക്ക് കൊടുക്കാൻ, നോട്ട് അപ്ലിക്കബിൾ ആണ്, അത് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ആഡ് സർവീസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മളെ സ്ഥാപനത്തിൽ, നമ്മളെ ബ്രാൻഡിൽ എന്തൊക്കെ സർവീസസും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഓൾറെഡി ഉള്ളതാണ് ഡെലിവറി സർവീസ്. നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കാം. കോണ്ടാക്ട് കോണ്ടാക്ട്ലെസ് ഡെലിവറി, നമുക്ക് കോണ്ടാക്ട്ലെസ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ടേക്ക് അവേ, ഇവിടെ നമ്മൾ ടേക്ക് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറന്റ് ആണെങ്കിൽ ടേക്ക് അവേ ഡെയിലിന്നൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം.
അതുപോലെ ഔട്ട്ഡോർ സീറ്റിംഗ്, നമ്മുടെ സ്ഥാപനത്തിൽ ഔട്ട്ഡോർ സീറ്റിംഗ് അവൈലബിൾ ആണോ, ഓൺലൈൻ ബുക്കിംഗ് അവൈലബിൾ ആണോ, റിസർവേഷൻ അവൈലബിൾ ആണോ, റോഡ് സൈഡ് കളക്ഷൻസ് അവൈലബിൾ ആണ്, ഇൻസ്റ്റോർ കളക്ഷൻസ് നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ, റോഡ് സൈഡിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ടോ, സ്റ്റോർ ഷോപ്പിംഗ്, നമ്മൾ ഷോപ്പിൽ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുമോ, ഇൻ പേഴ്സൺ ക്ലാസ്സസ്, പേഴ്സണൽ ക്ലാസ്സസോ ഓൺലൈൻ ക്ലാസ്സസോ കാര്യങ്ങളുണ്ടോ. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ ഏതെങ്കിലും നമ്മളത് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ സർവീസ്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ആ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ ഓട്ടോമാറ്റിക് ഫേസ്ബുക്ക് ടാർഗറ്റ് ചെയ്യും. അപ്പൊ നമ്മളൊരു പേജ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പൊതുവെ ആളുകളൊന്നും ഇതൊന്നും കൊടുക്കാതെ ആയിരിക്കും ഇട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ട് ഇങ്ങനെ കൊടുക്കാതെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫേസ്ബുക്ക് പേജിന് ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മുടെ ഫേസ്ബുക്ക് പേജിന് ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ സ്റ്റാർ റേറ്റിംഗ്, ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു. അതുപോലെ സ്റ്റാർ റേറ്റിംഗും റിവ്യൂസും കിട്ടണമെങ്കിൽ എനേബിൾ ചെയ്യാന്നുള്ളത് അത് കൊടുത്തു. പിന്നെ ഡെലിവറി കോണ്ടാക്ട്ലെസ്, ഇത് നമ്മളിവിടെ കൊടുത്താണ് നമ്മുടെ സർവീസസ്. ജെൻഡർ, ജെൻഡർ ഇപ്പൊ നമ്മുടെ ബിസിനസിന്റെ ആണെങ്കിൽ നമുക്കിവിടെ ജെൻഡർ കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ പേജ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെയിൽ എന്നോ അല്ലെങ്കിൽ ഫീമെയിൽ എന്നോ അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ജെൻഡർ എന്നുള്ളത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ഒള്ളി നമുക്ക് മാത്രം കണ്ടാൽ മതി, അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ പബ്ലിക് ആക്കണമെങ്കിൽ പബ്ലിക് ആക്കാം. പിന്നെ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം എന്നുള്ളതാണ്. ആളുകൾ നമ്മളെ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം എന്നുള്ളത് അത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഡിസ്പ്ലേ നമ്മുടെ പേരിനോട് കൂടെ അല്ലെങ്കിൽ ഈ പ്രൊണൗൺസ് കാണിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഉം. ഇതിലുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പ്രൊണൗൺസ്, ബി, പ്ലേസ്, വയർ, പെർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും വെച്ച് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും നമ്മളിവിടെ പൊതുവെ ആളുകൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. ഇപ്പൊ ഇത് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കേസിലാണ് ഇത് ഉപകരിക്കുക കൂടുതലും. ഷീ വെച്ചിട്ടോ ഇർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഹിം, ദേ, ദം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എബൌട്ട്സിൽ വരുന്നത്. അപ്പൊ ഈ എബൌട്ടിലെ കോണ്ടാക്ട് ആൻഡ് ബേസിക് ഇൻഫർമേഷൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇതേ രൂപത്തിൽ തന്നെ അടുത്തത് പ്രൈവസി, പ്രൈവസി ആൻഡ് ലീഗൽ. ഇവിടെ നമുക്ക് പ്രൈവസി പോളിസി ലിങ്ക് എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടാവും. ഈ പ്രൈവസി പോളിസി ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും വെബ്സൈറ്റിന് ഒരു പ്രൈവസി പോളിസി ലിങ്ക് പേജ് ക്രിയേറ്റ് ചെയ്യണം. അത് എന്തിനാന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രൈവസി പോളിസിയാണ്. നമ്മൾ എന്തൊക്കെ ഡാറ്റാസ് ആളുകളെ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ആണ് ഇതിന്റെ ബാക്കെൻഡിൽ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പേജാണ്. ലീഗലി ഒരു വെബ്സൈറ്റിന് പ്രൈവസി പോളിസി നിർബന്ധമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ആഡോ കാര്യങ്ങളോ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് പ്രൈവസി പോളിസി ചോദിക്കും. അപ്പൊ നമ്മുടെ പ്രൈവസി പോളിസി വെബ്സൈറ്റിന്റെ ഒരു പേജ് ആയിരിക്കും. അതിവിടെ ലിങ്ക് ചെയ്യാനുള്ള എന്താ ഓപ്ഷനാണ് ഇവിടെ. ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ എങ്ങനെ ആയിരിക്കും എന്ന് കാണിച്ചത്. ഇപ്പൊ എന്റെ തന്നെ ഒരു വേറെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പ്രൈവസി പോളിസിന്റെ പേജാണ്. പ്രൈവസി പോളിസി, ഓക്കെ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് എന്റെ കരിയർ സെർച്ച് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ്. അപ്പൊ അതിന്റെ പ്രൈവസി പോളിസി ലിങ്ക് ആണ്. ഇതേപോലെ ഓരോ വെബ്സൈറ്റിന്റെ ബ്രാൻഡ് കമ്പനി വെബ്സൈറ്റിന് പ്രൈവസി പോളിസി പേജ് നിർബന്ധമാണ്. അപ്പൊ ആ പേജിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഈ പേജിന്റെ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് കൊടുക്കുന്നില്ല കേട്ടോ. ഉം. അടുത്തത് ഇംപ്രസമാണ്. ഒരു 2000 ക്യാരക്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസിന്റെ ഏരിയ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കണ്ടന്റ് ഇതിൽ ഇംപ്രസം ചെയ്യിപ്പിക്കുന്ന കണ്ടന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു കണ്ടന്റ് കൊടുക്കാം.
ഇപ്പോ ഇതിന്റെ ഒരു സാമ്പിൾ കണ്ടന്റ് ആണത്. ഞാൻ ചാറ്റ് ജി പി ടി ക്രിയേറ്റ് ചെയ്ത ഒരു സാമ്പിൾ കണ്ടന്റ് ആണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഇംപ്രഷൻ, കമ്പനി നെയിം, ലീഗൽ നെയിം, കാര്യങ്ങൾ, രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സ്, കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ നമ്പർ, മാനേജിംഗ് ഡയറക്ടേഴ്സ്, നമ്മുടെ അഡ്രസ്സ്, റെസ്പോൺസിബിൾ ഫോർ കണ്ടന്റ് നെയിം, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, കാര്യങ്ങൾ, ഡിസ്ക്ലൈമർ, ഇങ്ങനെ വരുന്ന നമ്മുടെ മെയിൻ കണ്ടന്റ്. അപ്പൊ ഇത് 2000 ക്യാരക്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബിസിനസിന്റെ ഒരു ഡാറ്റ ഇംപ്രസും ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇതിപ്പോ ഞാൻ കൊടുത്തത് സാമ്പിൾ കണ്ടന്റ് ആണ്, കറക്റ്റ് ഡീറ്റെയിൽസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അത് കൊടുത്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കാൻ പറ്റും. അതായത് നമ്മളെ കൺട്രീസും കാര്യങ്ങളും, അതുപോലെ ബിസിനസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് ഓണർഷിപ്പ് ഓൺ ദെയർ വെബ് പേഴ്സൺ പ്രസൻസ്. അപ്പൊ നമ്മളെ ലീഗലായിട്ടുള്ള കംപ്ലീറ്റ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഡാറ്റാസ് ഉണ്ടല്ലോ, ആ ഡാറ്റാസ് ആണ് ഇവിടെ കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ട്രേഡ് മാർക്ക്, നമ്മുടെ ഓഫീസ് അഡ്രസ്സ്, കാര്യങ്ങൾ, ഇങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അത് എന്തിനാ വെച്ചാൽ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ജി എസ് ടി കാര്യങ്ങൾ, ഇങ്ങനത്തെ കംപ്ലീറ്റ് ഡാറ്റയാണ് ഇവിടെ വേണ്ടത്. ആ, പിന്നെ വരുന്നത് പേജ് ട്രാൻസ്പെറൻസി ആണ്. നമ്മുടെ പേജിന്റെ ട്രാൻസ്പെറൻസി, നമ്മുടെ പേജിന്, എല്ലാ ഫേസ്ബുക്ക് പേജിനും അല്ലെങ്കിൽ ഒരു പേജിന് അല്ലെങ്കിൽ ഒരു പ്രൊഫൈലിനൊക്കെ ഒരു ഐ ഡി ഉണ്ടാവും, ഫേസ്ബുക്ക് ഐ ഡി. ഈ ഐ ഡി, അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വർഷം, അഡ്മിൻ ഇൻഫർമേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. നിലവിൽ ആഡോ കാര്യങ്ങളോ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ പേരുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹിസ്റ്ററികളാണ്. നമ്മൾ ഈ പേജിന് മുമ്പുള്ള പേര്, ആദ്യം ഉണ്ടായിരുന്ന പേജ്, അത് പിന്നെ ഓരോ സമയത്ത് നമ്മൾ ചേഞ്ച് ചെയ്ത ഹിസ്റ്ററിയാണ് നമ്മൾ കാണുന്നത്. ഉം. പിന്നെ വരുന്നത് ഡീറ്റെയിൽ അബൌട്ട് യു. ഈ ഡീറ്റെയിൽ അബൌട്ട് യു എന്നുള്ള ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് നമ്മളെ നെയിമിനെ, നമ്മളെ ബ്രാൻഡ് നെയിമിനെ എങ്ങനെ പ്രൊണൗൺസ് അല്ലെങ്കിൽ എങ്ങനെ പറയണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വോയിസ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് നമ്മളെ ബ്രാൻഡ് നെയിം വ്യത്യസ്ത രീതിയിൽ ഇവിടെ നെയിമുകൾ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏത് രൂപത്തിലാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി കൊടുത്താണ് ലൈലാക്ക് എന്നുള്ളത്. ഇതാണ് ഇതെന്ന് വെച്ചാൽ ശരിക്കും ലൈലാക്ക് എന്നുള്ള നമ്മളെ വേർഡ് ഇങ്ങനെയാണെങ്കിലും ഇത് ഉച്ചാരണത്തിൽ നമുക്ക് ആ ശബ്ദം വേണ്ടത് ഈ രൂപത്തിലായതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നമുക്ക് വേണ്ടത് എങ്ങനെ അങ്ങനെ കൊടുക്കാം. അതുപോലെ ഫാഷൻ എന്നുള്ളതും. അപ്പൊ നമ്മൾ ടോട്ടൽ ലൈലാക്ക്. അപ്പൊ ഈ ഒരു വോയിസ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊണൗൺസിയേഷന്, നമ്മുടെ ബ്രാൻഡിന്റെ നെയിം, അത് പേഴ്സണൽ ബ്രാൻഡ് ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ബിസിനസ് ബ്രാൻഡോ ആയാലും നമുക്ക് ആ രീതിയിൽ കൊടുക്കാന്നുള്ളത്. പിന്നെ വരുന്നത് ലൈഫ് ഇവന്റ്സുകളാണ്. ലൈഫ് ഇവന്റിൽ നമുക്ക് ഇവന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ വർക്ക് ബേസ് ചെയ്തിട്ടോ, റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട്, ഹോം ആൻഡ് ലിവിങ് ബേസ്, ഫാമിലി, ട്രാവൽ, ഇൻട്രസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി, വെൽത്ത് ആൻഡ് വെൽബീയിങ്, മൈൽ സ്റ്റോൺ ആൻഡ് അച്ചീവ്മെന്റ്, റിമംബറൻസ്, ക്രിയേറ്റ് യുവർ ഓൺ. ഇങ്ങനെ ഏതെങ്കിലും കാറ്റഗറിയിൽ നമ്മൾ ഒരു ഇവന്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവന്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു മൈൽ സ്റ്റോൺ അച്ചീവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഇത്ര രൂപന്റെ പർച്ചേസ്, ഇത്ര സോഷ്യൽ മീഡിയാസിൽ ഇത്ര ഫോളോവേഴ്സ്, ഇത്ര വ്യൂവേഴ്സ് നേടണം എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ, ന്യൂ ജോബ്, അതുപോലെ പ്രൊമോഷൻ, ലെഫ്റ്റ് ജോബ്, റിട്ടയർമെന്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഭാവിയിലേക്ക് നമ്മൾ റിമൈൻഡർ ആക്കി, ഒരു റിമൈൻഡർ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതല്ലെങ്കിൽ നമ്മളൊക്കെയായിട്ട് നമ്മളൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നമുക്ക് ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൈഫ് ഇവന്റ് ആണ്. ഇവന്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാല്, നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഇവന്റ് ക്രിയേഷൻ വരുന്നുണ്ട്. ആ ഇവന്റ് അല്ല, ഇത് ലൈഫ് ഇവന്റ് എന്ന് പറയാം. നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാം, കാര്യങ്ങൾ, നമ്മൾ ട്രാവൽ ട്രിപ്പ് പോകുന്നുണ്ട് നമ്മുടെ കമ്പനി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഇവന്റ്, ആ ഡേറ്റും കാര്യം വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് നമ്മളെ പേജിനെ ഫോളോ ചെയ്യുന്ന കാണുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കും നമ്മൾ ഇന്ന ഡേറ്റിൽ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, അവരെ കമ്പനി ട്രിപ്പ് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. ആ രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ്. അപ്പൊ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ അബൌട്ട്സിൽ വരുന്നത്. പിന്നെ വരുന്നത് മെൻഷൻസ്. നമ്മളെ പേജ് ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെയും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കാണും.
ഫോളോവേഴ്സ്, നമ്മുടെ പേജിനെ ആരൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫോളോവേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഉം. അതുപോലെ തന്നെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്, നമ്മുടെ ഫോട്ടോസ്, ഇതിൽ നമ്മൾ ഇട്ട ഫോട്ടോസ് ഓരോന്നും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഫോട്ടോസ് ഒക്കെ ഇതിലുള്ളതാണ്. പിന്നെ വരുന്ന വീഡിയോസ്, നമ്മൾ എന്തെങ്കിലും വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെ മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ലൈവ് ഉണ്ട്. ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിലൂടെ നമ്മൾ ലൈവ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യുക, ലൈവ് എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവ് ഓപ്പൺ ചെയ്തിട്ട് ലൈവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ലൈവ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പേജ് ഉണ്ടാക്കിയ ഉടനെ നമുക്ക് ലൈവ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പേജ് ഉണ്ടാക്കിയാൽ കണ്ടന്റും കാര്യമൊക്കെ ഇട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലൈവ് പോലത്തെ കുറെ ഫ്യൂച്ചർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആവുള്ളൂ കേട്ടോ. പുതിയൊരു പേജിൽ ചിലപ്പോൾ നമുക്ക് ലൈവ് കാണിക്കണം എന്നില്ല. ഉം. ഇതിപ്പോ നിലവിൽ നമ്മൾ ലൈവ് വീഡിയോസ് ചെയ്ത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗ്രൂപ്പ്സ്, നമ്മൾ ഈ പേജസിന് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പേജസിന് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ ഇവന്റ്, നമ്മൾ എന്തെങ്കിലും ഇവന്റ് നേരത്തെ പറഞ്ഞ ഇവന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേജിന് എന്തെങ്കിലും ഇവന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണും. ഒരു മ്യൂസിക്സ്, എന്തെങ്കിലും ആർട്ടിസ്റ്റ്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മ്യൂസിക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും. ഒരു ചെക്കിന്, സ്പോർട്സ്, ഫിലിം, TV പ്രോഗ്രാം, ബുക്സ്, ലൈക്സ്, ഇതൊക്കെ നമ്മളെ ഈ പേജിന്റെ കാര്യങ്ങളാണ്. റിവ്യൂസ്, ഞാൻ നേരത്തെ പറഞ്ഞ റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടിയതോടെ കാണാൻ പറ്റും. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് വരുന്നത്, ഈ പേജിൽ വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് പേജ് മാനേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. മാനേജിന്റെ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് പേജ് ഓവർവ്യൂ, പേജിന് എത്ര റീച്ച് കിട്ടിയിട്ടുണ്ട്, എത്ര ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പൊ 820 ഫോളോവേഴ്സ് 28 ഡേയ്സിന്റെ ഇടയിൽ 83 റീച്ച്, 8 പോസ്റ്റ് എൻഗേജ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും റീസെന്റ് നമ്മൾ ഇട്ട പോസ്റ്റുകൾ, കാര്യങ്ങള്. അതുപോലെ നമുക്ക് ഗൈഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവര് കറക്റ്റ് എന്ത് ചെയ്യും, ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നിന്ന് നമുക്കുള്ള ഡീറ്റെയിൽസ് തരും. അതുപോലെ ഇതിനെ കുറിച്ച് ആളുകൾ ചോദിച്ച ക്വസ്റ്റ്യൻസ്, കാര്യങ്ങൾ, ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറയും. പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇതിപ്പോ നമ്മൾ ഓവർവ്യൂ ആണ്, അതിൽ തന്നെ ഹോം ഉണ്ട്. ഹോം എടുത്തു കഴിഞ്ഞാല് ഇവിടെ കറക്റ്റ് ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ പേജ് റീച്ച്, പോസ്റ്റ് എൻഗേജ്മെന്റ്, ലൈക്ക്, കാര്യങ്ങൾ, ഇതൊക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇൻസൈറ്റ് ആണ്. അപ്പൊ എത്ര റിയാക്ഷൻസ് കിട്ടി, എത്ര കമന്റ് കിട്ടി, എത്ര ഷെയർ കിട്ടി, എത്ര ഫോട്ടോ വ്യൂ, എത്ര ലിങ്ക് ക്ലിക്ക് കിട്ടി. ഉം. അതുപോലെ തന്നെ അൺഫോളോ ആരെയും ചെയ്തിട്ടുണ്ടോ, ഐഡ് ആൾ പോസ്റ്റ് ആരെങ്കിലും ഐഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ന്യൂ പേജ് ഫോളോവേഴ്സ്, ന്യൂ ലൈക്ക്, പോസ്റ്റ് എൻഗേജ്മെന്റ്, ഇങ്ങനെ ഓരോ ഡേറ്റ് ബേസ് ചെയ്തിട്ട് ഇപ്പൊ ലാസ്റ്റ് 28 ഡേയ്സിൽ നമുക്ക് വന്ന ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ വരുന്നത് കോണ്ടന്റ് ആണ്. കോണ്ടന്റിൽ നമ്മൾ ഇട്ട എല്ലാ കോണ്ടന്റുകളും ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ ഇപ്പൊ ലാസ്റ്റ് 90 ഡേയ്സ് ആണ്. 7 ഡേയ്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ 28 ഡേയ്സ്, 60 ഡേയ്സിലൊക്കെ നമുക്ക് എന്താ ചെയ്യുക, നമുക്കിത് നോക്കാൻ പറ്റും നമ്മുടെ കോണ്ടന്റുകൾ ഏതൊക്കെയാണ്, അതിന് എത്ര ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഒന്ന് വരുന്നത് ഓഡിയൻസ് ആണ്. ഈ ഓഡിയൻസ് എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. കാരണം ഇത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഓഡിയൻസ് ആരാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണത് ശരിക്കും. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ നമ്മുടെ ഏത് കാറ്റഗറി ഓഫ് ഓഡിയൻസ് ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പൊ ഈ ഒരു ഓഡിയൻസിന്റെ ഞാൻ നോക്കി, അപ്പൊ ഇതിലിപ്പോ നമുക്കുള്ള ഓഡിയൻസ് ശരിക്കും 85% മെന്നാണ്, 15% വുമണാണ്. നിലവിൽ ഇപ്പൊ നമ്മുടെ പേജിലുള്ള ഓഡിയൻസ്, പേജ് കാണുന്ന ആളുകൾ ഇതിൽ 85% മെന്നാണ്, 15% വുമൺസ് ആണ്. അവരുടെ ഏജ് കാറ്റഗറി ആട്ടോ 18 to 24 ഇടയിൽ നമുക്കൊരു 20 താഴെ പെർസെന്റേജ് ആണ്. ഏറ്റവും കൂടുതലുള്ളത് 25 to 34 ആണ്. 25 മുതൽ 34 ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഗ്രീന് കാണുന്നത് ലേഡീസിലും വയലറ്റ് കാണുന്നത് നമ്മളെ മെന്നിലും ആട്ടോ. അതിൽ തന്നെ 35 മുതൽ 44 ഏജ് വരെയുള്ളത് 20 താഴെയാണ്. 45 മുകൾ 54 വരെയുള്ള അതിനെയും താഴെയാണ്. 55 65 മേലേക്ക് പോകുമ്പോൾ അത്രയും വീണ്ടും നമ്മുടെ ഓഡിയൻസിന്റെ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കും.
ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്റെ ഓഡിയൻസ് ശരിക്കും ഏറ്റവും കൂടുതൽ മെന്നാണ്. ആ മെന്നിൽ തന്നെ നമുക്ക് 25 മുതൽ 35 വയസ്സ് വരെയുള്ള ഏജ് കാറ്റഗറി ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ എൻഗേജ് ചെയ്യുന്നതും നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ എനിക്ക് വന്നിട്ടുള്ള ഒന്ന് കൊച്ചി ആണ് ഏറ്റവും കൂടുതൽ. 53 പേര് കൊച്ചിയിൽ നിന്നാണ് നമ്മുടെ ഓഡിയൻസ് ഉള്ളത്. പിന്നെ 49 പേര് ആ, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. 36 തിരുവനന്തപുരം, തിരൂര് മലപ്പുറത്തിന്റെ ഒരു പാർട്ട് തന്നെയാണ്. കാലിക്കറ്റ്, സീമൂർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് UAE ഉണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂർ ഉണ്ട്, ആലപ്പുഴ, കൊല്ലം, പിന്നെ പോണ്ടിശ്ശേരി എന്നുള്ള ഓഡിയൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഓഡിയൻസ് സിറ്റി അല്ലെങ്കിൽ ടൗൺ ബേസ് ചെയ്തിട്ട് എവിടെ ഉള്ളതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കൺട്രി ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഇന്ത്യയിൽ 665 പേര്, UAE, സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, UK, കാനഡ, ബഹ്റൈൻ, ശ്രീലങ്ക. അപ്പൊ നമ്മുടെ ഓഡിയൻസിന്റെ ഡീറ്റെയിൽ ആണ്, ലൊക്കേഷൻസ് ആണ് ഞാൻ അവിടെ നോക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓഡിയൻസിനെ കുറിച്ച് അനലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ഫേസ്ബുക്ക് പേജിന്റെ ഓഡിയൻസ് ആട്ടോ. അപ്പൊ ഇത്രയും കാര്യമാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് ആഡ് സെന്റർ എന്ന് പറയും. ആഡ് സെന്റർ ശരിക്കും നമുക്ക് ആഡ് സിമ്പിൾ ആയിട്ട് നമ്മുടെ പേജിലെ ഡാറ്റ വെച്ചിട്ട് ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയാത്ത ഒരാൾ എങ്ങനെ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളിവിടെ കാണിക്കുന്നതും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതും ഇതുപോലെ ഇത് ബൂസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ശരിക്കും. ഈ ബൂസ്റ്റ് എന്നുള്ള ഓപ്ഷൻ അല്ല, നമ്മൾ അഡ്വാൻസ് ലെവലാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ സെപ്പറേറ്റ് നമുക്ക് അതിന് വേറെ ഡാഷ്ബോർഡ് തന്നെ ഉണ്ട്. business.facebook എന്ന് പറഞ്ഞിട്ട് ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ആഡ് മാനേജർ അക്കൗണ്ട് ഉണ്ടാവും. അതിലാണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുക. അത് നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ പേയ്മെന്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതിന് സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റും. കൂടുതൽ എന്ത് വേണ്ട, ഇതിനെ കുറിച്ച് നോളേജ് കാര്യങ്ങളൊന്നും വേണം എന്നില്ല ഇതിലൂടെ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ, ആഡ് മാനേജർ വഴി ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം എടുക്കും എന്നുള്ളതാണ്. പിന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സിന്, നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ, അതുപോലെ സെർച്ച് ഫോർ യുവർ പേജുകൾ സെർച്ച് ചെയ്യാൻ ഇൻവൈറ്റ് ഫ്രണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് ചെയ്യണം, പ്രൊഫൈലിലേക്ക് സ്വിച്ച് ചെയ്യണം, ഫോളോവേഴ്സ്. ഇപ്പൊ നമ്മളെ പ്രൊഫൈലിലുള്ള ആളുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോ അതിന്റെ പ്രൊഫൈലിലുള്ള ആളുകളാണ്. ഇവരെ നമുക്ക് ആരൊക്കെയാണ് വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1000 ആളുകളെ ഒറ്റയ്ക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. 1000 ആളുകളെ ഞാൻ സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഓൾ ഫ്രണ്ട്സ് എന്നുള്ള മാറ്റിയിട്ട് നമുക്ക് ഓരോ കാറ്റഗറി ആളുകളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇതിപ്പോ നമുക്ക് ഈ ഗ്രൂപ്പുകളൊക്കെയാണ്, ഓരോ ഗ്രൂപ്പുകളാണ്, ആ ഗ്രൂപ്പിലെ ഓഡിയൻസിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് നമ്മുടെ പേജിന് ഫോളോവേഴ്സ് വരാനുള്ള ഇൻവിറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇൻവിറ്റേഷൻ നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഞാന് ഞാൻ ഇപ്പൊ ഓൺലൈൻ ഷോപ്പിംഗ് തൃശ്ശൂർ എന്നുള്ള അതിന്റെ കോൺസെപ്റ്റ് 21 മെമ്പേഴ്സ് ഉള്ളത്. നമുക്ക് ഓരോ കാറ്റഗറി ബേസ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനെ തരം തിരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ടോട്ടൽ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുക. അതിൽ 1000 പേരാണ് ഒറ്റ അടിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെ സെലക്ട് ചെയ്തിട്ട് സെൻഡ് ഇൻവിറ്റേഷൻ അയച്ചു. ഇപ്പൊ 1000 മെമ്പേഴ്സിന് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് പോയിട്ട് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, ലൈലാക്ക് ഫാഷൻ നിങ്ങളെ ഫോളോ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ അയക്കുമ്പോൾ എന്ത് ചെയ്യും, കുറെ ആളുകൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്ത് വരും. നമ്മളെ ഫോളോ ചെയ്യാൻ ഇത് നല്ല ഉപകരിക്കും. ആ ഫേസ്ബുക്കിൽ നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഇതേ രൂപത്തിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ പ്രൊഫൈലിലുള്ള എല്ലാ മെമ്പേഴ്സിനും എന്ത് ചെയ്യുക, ഇൻവിറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ്.
അങ്ങനെ ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് പോവുകയും അതിലൂടെ അവർ എന്ത് ചെയ്യും, നമുക്ക് നമ്മളെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ഉപകരിക്കും. ഓക്കെ. പിന്നെ അടുത്തത് വരുന്നത് ഏൺ അച്ചീവ്മെന്റ് ഫോർ ക്രിയേറ്റിംഗ് റീൽസ്. ഇത് ശരിക്കും എന്തിനാന്ന് ചോദിച്ചാല് നമുക്ക് ഫേസ്ബുക്ക് പേജിൽ നിന്ന് നമുക്ക് പേയ്മെന്റ് ക്യാഷ് കിട്ടും, ക്യാഷ് ഇങ്ങോട്ട് കിട്ടും. ക്യാഷ് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, നമ്മൾ ഇതിൽ സ്ഥിരമായിട്ട് കണ്ടന്റോ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് എത്ര ആളുകൾ കണ്ടു, അതുപോലെ തന്നെ എത്ര നമുക്കൊരു അച്ചീവ്മെന്റ് 1000K ആളുകൾ പ്ലേ ചെയ്യുക, 2K പ്ലേ, 3K പ്ലേ, 3000 ആളുകൾ കാണുമ്പോൾ നമുക്ക് ഈ ബാഡ്ജ് കിട്ടും. അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ് നമുക്ക് ഇതൊക്കെ നമുക്ക് ഡയറക്ടർ എന്നുള്ള, എക്സ്പ്ലോറർ എന്നുള്ള, ക്രിയേറ്റീവ് സ്ട്രൈക്ക് എന്നുള്ള, മിക്സർ എന്നൊക്കെയുള്ള ഓരോ ബാഡ്ജുകൾ കിട്ടുകയാണ് ഫേസ്ബുക്ക് നമുക്ക് തരുന്ന. അപ്പൊ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് കിട്ടും. പേയ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞാല് നമ്മളെ വീഡിയോസിന്റെ ഇടയിൽ ആഡുകൾ വരും, ആ ആഡ് വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യും, പേയ്മെന്റ് കിട്ടും. അപ്പൊ ഞാന് ഇപ്പൊ നിങ്ങൾക്ക് വേറെ കുറച്ചുകൂടെ ആക്റ്റീവായ ഒരു പേജ് കാണിച്ചു തരാം. അതാകുമ്പോ അതിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര ആക്റ്റീവ് അല്ല. പക്ഷെ ഇത് ഇടുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടന്റ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന പോലെ, ഈ യൂട്യൂബിൽ ഇടുന്ന പോലെ നമ്മൾ ഇതിൽ കറക്റ്റ് റീൽസ് വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല തന്നെയാണ് ഫേസ്ബുക്ക്. അപ്പൊ അതിനും യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ ആകുന്ന പോലെ തന്നെ ഇതിനൊരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്, അത് മീറ്റ് ചെയ്യണം. അത് നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് കണ്ടോ, ഇതിലിപ്പോ നമുക്കൊരു 3 ബാഡ്ജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 2 ബാഡ്ജ് കിട്ടാണ്ട്, അതുപോലെ വീഡിയോ വ്യൂവിന് അനുസരിച്ച് എന്ത് ചെയ്യും, ഈ ബാഡ്ജ് കാര്യങ്ങളൊക്കെ കിട്ടും. അത് എന്താ, സീ ഇൻസൈറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസിന്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഓഡിയൻസ്, ഫേസ്ബുക്കിൽ വരുന്ന അതിന്റെ ഓഡിയൻസ്, അത് ഏത് കാറ്റഗറി ആളുകളാണ് കണ്ടിട്ടുള്ളത്, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നേരത്തെ കണ്ട രൂപത്തിൽ ഇവിടെ കാണാനും പറ്റും. അപ്പോ ഇതേപോലെ ഇത് നമ്മൾ ഫേസ്ബുക്കിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എന്താ, അവര് അച്ചീവ്മെന്റ് അവാർഡ്, അതുപോലെ തന്നെ നമ്മളത് മോണിറ്റൈസേഷന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ആവും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കിട്ടും. ഓക്കെ. അത് ഇൻഡസ്ട്രിയൽ ആഡ്സ് എന്ന് പറഞ്ഞ ആഡുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഇടുന്ന ഷോർട്ട് വീഡിയോസ്, റീൽസിന്റെ ഒക്കെ മുകളിൽ ആഡുകൾ റൺ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിനായിരിക്കും നമുക്ക് പേയ്മെന്റ് കിട്ടുക. നമ്മൾ വീഡിയോ ഇടുന്നത് കൊണ്ട് യൂട്യൂബോ ഇവരാരും നമുക്ക് പൈസ തരുന്നില്ല. നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് നമ്മൾ ഇടുന്ന കണ്ടന്റിന്റെ ഇടയിൽ അതിനോട് കൂടെ തന്നെ ആഡുകൾ വരുന്നുണ്ട്. ഈ ആഡ് വരുന്നത് കൊണ്ടാണ്, ഈ ആഡിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ അക്കൗണ്ടിൽ ആഡ് റൺ ചെയ്തിട്ടാണ് നമുക്ക് പേയ്മെന്റ് തരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഇൻസ്പിറേഷണൽ അപ്പ് ആണ്. ഇൻസ്പിറേഷണൽ അപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക്, ഒറ്റ മിനിറ്റ് ഞാൻ ഈ ജനലൊന്ന് ക്ലോസ് ചെയ്യട്ടെ, സൗണ്ട് വല്ലാതെ. ഇൻസ്പിറേഷൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കാറ്റഗറി ഓഫ് ബിസിനസ്സിൽ വരുന്ന ഒരുപാട് അക്കൗണ്ടുകളാണ്. അപ്പൊ ഇവരെ അക്കൗണ്ടും കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് ഇൻസ്പയർഡ് ആവാൻ വേണ്ടി കുറച്ച് സാമ്പിൾ നമുക്ക് പല അക്കൗണ്ടിൽ സജസ്റ്റ് ചെയ്യുന്നതാണ്. കമന്റ് മാനേജർ എന്ന് പറയുന്നത് നമുക്ക്
നിലവിൽ വന്ന കമന്റ്സ് കാര്യങ്ങളുണ്ടല്ലോ, റിവ്യൂ കമന്റുകൾ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് മാനേജ് ചെയ്യാനാണ്, അതിന് റിപ്ലൈ കൊടുക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് ആണത്. പിന്നെ വരുന്നത് ഇവന്റ് ആണ്. ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ പേജിന്റെ ഇവന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാനും, ക്രിയേറ്റ് ഇവന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ പേജ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇമേജും കാര്യങ്ങളും, ഇവന്റിന്റെ നെയിം, ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ടൈം, അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷന്, വിർച്വൽ ആണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആണോ പേഴ്സൺ ആണോ എന്നുള്ളതാണ്. ഇപ്പൊ ഓൺലൈൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിർച്വൽ കൊടുക്കാൻ പറ്റും. അതുപോലെ അതിന്റെ ലൊക്കേഷൻ നമുക്ക് എവിടെയാണെന്നുള്ള കറക്റ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പിന്നെ അതിന്റെ മാർക്കറ്റ് യുവർ ഇവന്റ്, ഏത് കാറ്റഗറി ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ്. കോമഡി, അതുപോലെ ഡാൻസ്, സോഷ്യൽ, വിഷ്വൽ ആർട്ട്, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. ആഡ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്, എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ ടിക്കറ്റ്സ് ഉണ്ടെങ്കിൽ ആ ടിക്കറ്റിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഈ ഇവന്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വീക്കിലി, എല്ലാ വീക്കിലുള്ള ഇവന്റ് ആണെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് വരുന്ന കമ്മ്യൂണിക്കേഷൻ സെറ്റിംഗ്സ്, പുതിയ വന്ന ഓപ്ഷൻ ഉണ്ട്. അതവിടെ ന്യൂ എന്ന് കാണിക്കാൻ കാരണം അതുകൊണ്ടാണ്, പുതിയ വന്ന ഓപ്ഷൻസ് ആണ്. ഷോ ഗസ്റ്റ് ലിസ്റ്റ്, നമ്മുടെ ഈ ഇവന്റിക്ക് വരുന്ന ഗസ്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഒൺലി ഹോസ്റ്റ് ക്യാൻ പോസ്റ്റ് ഇവന്റ്, ഒൺലി ഹോസ്റ്റ് ക്യാൻ പോസ്റ്റ് ഇവന്റ്, പോസ്റ്റ് ചെയ്യാന്നുള്ള പോസ്റ്റ് മസ്റ്റ് അപ്ലോഡ് ബൈ ഹോസ്റ്റ്. അതായത് നമ്മൾ ഇടുന്ന പോസ്റ്റേഴ്സ് ഹോസ്റ്റ് ചെയ്യുന്നവർ അപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പോസ്റ്റിന് കമന്റ് ഡിലീറ്റ് പൊട്ടൻഷ്യൽ സ്പാം വിൽ ബി എൽഡ് യുവർ റിവ്യൂ. നമുക്ക് നോക്കിയിട്ട് നമ്മളെ ഈ കമന്റ്സോ കാര്യങ്ങളോ ഡിലീറ്റ് ചെയ്യാൻ ഇതിനൊക്കെയുള്ള പെർമിഷൻ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാന്നുള്ളതാണ്. ഇത് പുതിയ ഒന്നൊരു ഓപ്ഷൻ ആണ് കേട്ടോ. ഈ അപ്ഡേറ്റ്സ് ഒന്നാണ്, പുതിയ അപ്ഡേറ്റ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പേജിനെ ഒരു പേജിൽ ഇവന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇവന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ ആണ്. അത് ഓഫ്ലൈൻ ആവാം, ഓൺലൈൻ ആവാം. ഓൺലൈൻ ഇവന്റും ചെയ്യാം, ഓഫ്ലൈനും ചെയ്യാം. അപ്പൊ ഓൺലൈൻ ആണെങ്കിൽ നേരെ ഇപ്പം എന്ത് ചെയ്യും, ഇപ്പൊ ഞാനിവിടെ ഓൺലൈൻ ആണ് ഇവന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ വിർച്വൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് ലൈവ് വഴിയാണോ ഇവന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് ഉപയോഗിച്ചാണെങ്കിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിനപ്പോ ഇവിടെ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക് വിർച്വൽ ഇവന്റിനുള്ള ലിങ്ക് ആയിരിക്കും ഈ പോസ്റ്റിനോട് കൂടെ ഉണ്ടാവുക. അപ്പൊ ആർക്കും എന്ത് ചെയ്യുക, അതിന് രജിസ്റ്റർ ചെയ്യാനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവന്റിലേക്ക് പോകാനൊക്കെ പറ്റും. അവിടെ ഇതുപോലെ കാറ്റഗറീസ്, പോസ്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കൊടുക്കാൻ, ഹോസ്റ്റർ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. കമ്മ്യൂണിക്കേഷൻ സെറ്റിംഗ്സ് ഇതിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഉം. Then അടുത്തത് വരുന്നത് പേജ് ആക്സസ് ആണ്. പേജ് ആക്സസ് എന്ന് പറയുന്നത് നമ്മുടെ പേജ് ആർക്കൊക്കെ ആക്സസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ട് പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ആർക്കൊക്കെ, ഏതൊക്കെ ആളുകൾക്ക് ഇതിന് ആക്സസ് കൊടുക്കണം, കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആഡ് ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണോ നമ്മളെ പേജിനെ അഡ്മിൻ ആക്കേണ്ടത് അവർ ഇമെയിൽ ഐ ഡി നമ്മളിവിടെ അടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പൊ അവരെ നെയിം ഓട്ടോമാറ്റിക് വരും, അല്ലെങ്കിൽ യൂസർ നെയിം അടിച്ചു കൊടുക്കുക. ഇവിടെ നമുക്ക് ജസ്റ്റ് നമ്മൾ ടൈപ്പ് യൂസർ നെയിം അടിക്കുമ്പോൾ തന്നെ ആ നെയിമിലുള്ള ആളുകൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആളുകളൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉള്ള ആളുകളാവണം കേട്ടോ നമ്മൾ ഇതിൽ സെർച്ച് ചെയ്യുമ്പോൾ നല്ല പെട്ടെന്ന് കിട്ടുള്ളൂ ആളുകളുടെ ഡീറ്റെയിൽ, അല്ലെങ്കിൽ കറക്റ്റ് ഇമെയിൽ ഐ ഡി കിട്ടണം. എന്നിട്ട് നമുക്ക് അവരെ അഡ്മിൻ ആക്കാം. ഉം. അതുപോലെ തന്നെ പീപ്പിൾ വിത്ത് ടാസ്ക് ആക്സസ്, നമുക്ക് ഒരു ടാസ്കിന് മാത്രം ആക്സസ് കൊടുക്കുക. അതായത് കമ്മ്യൂണിറ്റി മാനേജർ ആക്കിയിട്ട് ഒരാളെ, അല്ലെങ്കിൽ പേജില് പോസ്റ്റ് ചെയ്യാൻ മാത്രം ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് കൊടുക്കുക. അങ്ങനെ ഓരോ കാറ്റഗറി ബേസ് ചെയ്ത് നമുക്ക് അവരെ ഓരോരുത്തർക്കും ആക്സസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് പിന്നെ ബിസിനസ് അക്കൗണ്ടിന്റെ കേസാണ്. ഞാൻ സെപ്പറേറ്റ് വേറെ സെഷനിൽ പറഞ്ഞുതരും. ഇപ്പൊ പേജിന്റെ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ.
ആ പേജ് മാനേജ്മെന്റ് ഹിസ്റ്ററി ഉണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് ആർക്കെങ്കിലും നമ്മളെ പേജ് മാനേജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ, ആ ആർക്കൊക്കെ ചേഞ്ച് ചെയ്തു, അതിന്റെയൊക്കെ ഹിസ്റ്ററി കാണാൻ പറ്റും. പേജ് സ്റ്റാറ്റസ്, എന്താണ് നമ്മുടെ പേജിന്റെ നില, കറന്റ് സ്റ്റാറ്റസ് എന്താണ്, വയലേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ വരും. റിസ്ട്രിക്റ്റഡ് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് വരും. അങ്ങനെ നമ്മുടെ പേജിനെ കുറിച്ചുള്ള സ്റ്റാറ്റസ് എന്താണോ അത് കറക്റ്റ് ഇവിടെ കിട്ടും. എലിജിബിൾ മോണിറ്റൈസേഷൻ എലിജിബിൾ ആണോ എന്നുള്ളതാണ്. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ബിസിനസ് ഷൂട്ടിലേക്കാണ് പോയിട്ടുള്ളത്. ഇത് വേറെ സെഷൻ തന്നെയാണ്, ബിസിനസ് ഷൂട്ട് ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കൊടുക്കട്ടെ. ഇപ്പൊ സ്റ്റാറ്റസ് കാണാൻ പേജ് റെക്കമെൻഡേഷൻ, നമ്മളെ പേജ് റെക്കമെൻഡ് ആണോ എന്നുള്ളതാണ്. ഈ റെക്കമെൻഡ് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ പേജ് പല ആളുകളെയും ഫേസ്ബുക്ക്, ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നമ്മളെ പേജ് ഇങ്ങനെ പോയി കാണിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ഫോളോവേഴ്സ് നമ്മുടെ പേജിലേക്ക് ആക്സസ് കിട്ടും. അപ്പൊ ഈ റെക്കമെൻഡേഷൻ ഓൺ ആണോ, വർക്കിംഗ് ആണോ, റെക്കമെൻഡബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങളുടെ പേജ് ആർക്കും കാണിച്ചു കൊടുക്കൂല, ഫേസ്ബുക്കായിട്ട് സജസ്റ്റ് ചെയ്യൂല. അഡ്വാൻസ്ഡ് മെസ്സേജിങ് ഓപ്ഷൻ ആണ്. ഇതെന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് നമുക്ക് മെസ്സേജ് വരുന്ന റിപ്ലൈ കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നത് സെപ്പറേറ്റ്, നമുക്ക് വേറെ സെഷൻ ഉണ്ട് ബിസിനസ് ഷൂട്ട്, അതിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇത് വരുന്നതാണ്. അപ്പൊ അത് സെറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷനായിട്ടൊക്കെ നമുക്ക് പേജ് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓട്ടോമാറ്റിക് റിപ്ലൈ കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ, ഇപ്പൊ മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം ഒക്കെയാണ് അത് കൊടുക്കുക. അപ്പൊ അതിലൂടെ നമുക്ക് അത് കോൺഫിഗർ ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക് നമുക്ക് അവർക്ക് റിപ്ലൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഡൊമൈൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, റിക്വസ്റ്റ്, വൺ ടൈം നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ, ലാംഗ്വേജ്, ടൈം സോൺ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ ഡാറ്റ ഷെയറിങ്, ഷെയർ ബിസിനസ് ആക്ടിവിറ്റി വിത്ത് മെറ്റ, ഇംപ്രൂവ്ഡ് ആഡ്. നമ്മുടെ ഈ പേജിന്റെ ഡാറ്റാസ് മെറ്റക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആഡ്സ് എന്ത് ചെയ്യും, ഒന്നും കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ക്വാളിറ്റിയും കാര്യങ്ങളും കൂട്ടി കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ പുതിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ പുതിയ ഒന്നൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് പറഞ്ഞ ഓഡിയൻസ് ആണ്. അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ടില്ലെങ്കിലും, ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ലെങ്കിലും, നമ്മളെ ഇടുന്ന പോസ്റ്റിലെ കണ്ടന്റിലെ ടെക്സ്റ്റ്, അതുപോലെ പ്രൈമറി ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഓട്ടോമാറ്റിക് AI ബേസ് ചെയ്തിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ബെറ്റർ ചെയ്ത കസ്റ്റമർ, അതിന് ഏറ്റവും സജസ്റ്റ് ചെയ്യുന്ന കസ്റ്റമർ ആരാണോ അവരെ ആഡ് കാണിക്കുന്ന ഒരു അഡ്വാൻസ് ഓപ്ഷൻ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡാറ്റ ഷെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പേജിന്റെ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒന്നും കൂടെ ബെറ്റർ ആക്കിയാണ്ട് നമുക്ക് ആഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാനൊക്കെ ഇത് ഉപകരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഡാറ്റ ഷെയറിങ് കൊടുക്കലാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പിന്നെ വരുന്നത് ഇഷ്യൂസ്, ഇലക്ട്രിക്കൽ പൊളിറ്റിക്കൽ ആഡ്സോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഇഷ്യൂ ആയ വിഷയത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ്, ബാങ്കിങ്, ഫിനാൻസ്, ഇങ്ങനത്തെ ഒക്കെ ആഡുകളോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു കൺഫർമേഷൻ വേണം. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി കൺഫേം ചെയ്യണം, ഡിസ്ക്ലൈമർ ക്രിയേറ്റ് ചെയ്യണം, ഡിസ്ക്ലൈമർ ലിങ്ക് ചെയ്യണം. ഇങ്ങനത്തെ കുറച്ച് ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളും നമുക്കിവിടെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഡിസ്ക്ലൈമർ ക്രിയേറ്റ് ചെയ്യാനും അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആട്ടോ. ഇത് പൊളിറ്റിക്സ് അതുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ ആൻഡ് ഇലക്ഷൻ ബേസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ബേസ് ചെയ്തിട്ടോ, അങ്ങനെ പൊതുവായിട്ട് ജനങ്ങളെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും വിഷയത്തിനെ കുറിച്ചുള്ള ആഡ്സ് റൺ ചെയ്യുമ്പോഴാണ് അതിന്റെ ആവശ്യമുള്ളൂ. എന്തായാലും ക്യാമ്പയിൻസിന്റെ സെക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയട്ടോ. പിന്നെ വരുന്ന ഫേസ്ബുക്ക് ബാഡ്ജ് ആണ്. നമുക്ക് ടോപ്പ് ഫാൻ ബാഡ്ജ് എന്ന് പറഞ്ഞ ബാഡ്ജ്, റൈസിംഗ് ഫാൻ എന്ന് പറഞ്ഞ ബാഡ്ജസ് ഉണ്ട്. ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, ഈ ഒരു ബാഡ്ജ് കാണിക്കും. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ അക്കൗണ്ട് കയറുമ്പോൾ നമ്മൾ ഈ ബാഡ്ജ് കാണിക്കും. പബ്ലിക്കലി ഇത് വിസിബിൾ ആവും. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നമ്മളെ ഫോളോ ചെയ്ത ആളുകൾക്കും നമ്മുടെ മെമ്പേഴ്സിനൊക്കെ ഈ ബാഡ്ജ് കാണിക്കുന്നതാണ്. പിന്നെ ബ്രാൻഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ബ്രാൻഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളായിട്ട് കൊളോബ് ചെയ്തിട്ട് നമ്മൾ ഇടുന്ന പോസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ പെർമിഷൻസ്, അതിന്റെ ടാഗിങ് അപ്രൂവൽ കാര്യങ്ങളൊക്കെയാണ്
അതിപ്പോ നമുക്ക് എൻ്റെ ഒരു പേജ് പ്രൊഫൈൽ ഇപ്പൊ അത് ആർക്കാണ് ഇപ്പൊ നമ്മളെ കൊളോബേ കൊളോബറേഷൻ നമുക്കിവിടെ ഞാൻ ഇപ്പൊ ഒരാളെ പേര് കൊടുത്തു കഴിഞ്ഞാല് ഇപ്പോ ഒരാളെ പേര് കൊടുത്ത് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവരെ പേജിൽ നിന്ന് പ്രൊഫൈൽ ചെയ്യുന്ന പേജിൽ നിന്നോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഈ പേജിലും കൂടെ കൊളോബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പോസ്റ്റ് കിടക്കും. ചില പോസ്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രണ്ട് മൂന്ന് അക്കൗണ്ടിൽ ഒരേ കൊളോബ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന സംഭവം. അപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് 5 പേർക്ക് കൊളോബറേഷൻ ചെയ്യാം. അതുപോലെ ഫേസ്ബുക്കിൽ കൊളോബറേഷൻ ചെയ്യാനുള്ള പാർട്ട്നേഴ്സിന് അപ്രൂവ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഏരിയ ആണ് ഇവിടെ. നമുക്ക് ഏതൊരാളാണെങ്കിലും അവരെ ആഡിന് കൊടുത്ത് അപ്രൂവൽ കൊടുക്കുക, അവരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിടുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യും, നമുക്ക് കൊളോബ് ചെയ്തിട്ട് ഈ പേജിലും കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ പേജ് ആക്സസ് വരെയാണ് എത്തിയത് കേട്ടോ. അപ്പൊ ഞാന് ഇപ്പൊ 9 മണി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പോവാൻ സമയമായിട്ടുണ്ടാവും തോന്നുന്നു. ഓഫീസും വർക്കും കാര്യങ്ങളുള്ള ആളല്ലേ. അപ്പൊ നമുക്ക് 9 മണിയായി. ഇപ്പൊ 2 പേരാണ് ഇപ്പൊ ലൈവിലുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം കേട്ടോ. കാരണം ഇത് ബേസിക് ഇൻഫർമേഷൻസ് ഞാൻ അങ്ങനെ പറഞ്ഞു പോവാണ്. കാരണം ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ കണ്ടമാനം ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സംഭവമാണ്. അപ്പൊ അത് ഇതിനെ കുറിച്ച് ആദ്യമൊക്കെ ഒന്ന് പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ക്യാമ്പയിൻസും കാര്യങ്ങൾക്ക് അഡ്വാൻസ് ലെവലിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾ പല സംഭവങ്ങളും ഇതിനു മുമ്പ് പറയാത്തത് കൊണ്ട് നിങ്ങൾ അവിടെ സ്റ്റക്ക് ചെയ്യും. സ്റ്റക്ക് വരാതെക്കാനാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകേണ്ടത്. ഈ ഇതിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാനുള്ള കാരണം അതാണ് കേട്ടോ.